ഓഡിബിൾ ആണല്ലോ അല്ലേ? ഹലോ. യെസ് മാം, ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് നമ്മള് വിവിധങ്ങളായ ക്ലാസ്സുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫ്രീ വെബിനാറുകളൊക്കെ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജാസ്മിൻ. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. വിമ്പിൾ അക്കാഡമിയിൽ തന്നെ ലൈഫ് കോച്ചിങ്ങും അതുപോലെ കമ്മ്യൂണിക്കേഷൻ കോച്ചിങ്ങും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വിമ്പിൾ അക്കാഡമി തൃശൂർ ചന്ദ്രാപിന്നിൽ സ്ഥിതി ചെയ്യുന്ന വിമ്പിൾ അക്കാഡമിയിൽ വിവിധങ്ങളായ കോഴ്സുകൾ, പെയ്ഡ് കോഴ്സുകൾ, അതോടൊപ്പം തന്നെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രീ വെബിനാർസും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇന്നലെ ഒരു വെബിനാർ കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഒരു റിസോഴ്സ് പേഴ്സൺ ആണ് നമ്മുടെ കോഴ്സ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് വെബിനാർ എടുക്കാൻ വന്നിരിക്കുന്നത്. ജസ്റ്റ് സാറിനെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. കരിയർ ഗൈഡൻസിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള സതീഷ് കുമാർ സാറാണ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ വരുന്നത്. അദ്ദേഹം സർട്ടിഫൈഡ് കരിയർ അനലിസ്റ്റ് ആൻഡ് NLP ട്രെയിനർ, ടെക്നിക്കൽ ഡയറക്ടർ ആണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് IT ഡിപ്പാർട്ട്മെന്റിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ അദ്ദേഹം അത്യാവശ്യം നല്ല ഒരു എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഒരു സാറാണ്. അപ്പോൾ 10th കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്, 10th കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അവയർനെസ് പാരന്റ്സിന് കഴിഞ്ഞൊരു ക്ലാസ്സിൽ അദ്ദേഹം കൊടുത്തിരുന്നു. ഇന്ന് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് 10th 12 കഴിഞ്ഞിട്ട് നമ്മൾ +2 കഴിഞ്ഞതിന് ശേഷം എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യന്റെ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പാരന്റ്സിനെ സംബന്ധിച്ചും കുട്ടികളെ സംബന്ധിച്ചും. People have no idea where to go and what to do after +2. അങ്ങനെ നിൽക്കുകയാണ്, അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഏതെടുത്താൽ കൊള്ളാം, ഈ കോഴ്സ് കൊള്ളാം, ആ കോഴ്സ് കൊള്ളാം എന്നൊക്കെ പലരും പറഞ്ഞുകൊണ്ട് പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കരിയർ ഗൈഡൻസിന്റെ, ഒരു എക്സ്പേർട്ട് ആയുള്ള ഒരു കരിയർ ഗൈഡൻസിന്റെ ആ ഒരു നിർദ്ദേശം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കോഴ്സ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ മക്കളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഒരു കോഴ്സ് നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. അപ്പൊ മാക്സിമം എല്ലാവരും ക്ലാസ്സുമായിട്ട് സഹകരിക്കുക. എനിവേ, ഞാൻ സാറിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാണ്. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു ജാസ്മിൻ, താങ്ക് യു. കേൾക്കാമോ എന്നെ? യെസ് യെസ്, ഓഡിബിൾ ആണ് സാർ. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. താങ്ക് യു. നമ്മളിത് എനിക്ക് 3rd സെഷൻ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് സെഷൻ ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു വിമ്പിൾ അക്കാഡമിക്ക് വേണ്ടി. കരിയറിനെ പറ്റി ഒരു ഹൗ ടു ചൂസ് ദ കറക്റ്റ് കരിയർ എന്നുള്ള ഒരു ഫസ്റ്റ് സെഷനായിരുന്നു. സെക്കൻഡ് സെഷൻ നമ്മളുടെ വാട്ട് ആഫ്റ്റർ 10th, 10th ക്ലാസ്സിന് ശേഷം ഈ എന്ത് സ്ട്രീം സെലക്ട് ചെയ്യും, എങ്ങനെ സ്ട്രീം സെലക്ട് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു ക്ലാസ് ആയിരുന്നു വാട്ട് ആഫ്റ്റർ 10th എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്. അപ്പൊ അതിനുശേഷം വാട്ട് ആഫ്റ്റർ 12th, 10 കഴിഞ്ഞു. 12ാം ക്ലാസ്സിന് ശേഷം നമുക്ക് ഇനി ഏത് കോഴ്സ്, ഏത് പ്രൊഫഷണൽ കോഴ്സിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യും, അതെങ്ങനെയാണത് ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ നാളെ 22-ാം തീയതി May 22nd ഇപ്പം +2ന്റെ റിസൾട്ട് വരാൻ പോവാണ്. അപ്പൊ എല്ലാവരും, എനിക്ക് തോന്നുന്നു കുട്ടികളെല്ലാം വളരെ ആകാംക്ഷഭരിതരായിട്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് തോന്നിയത്. എല്ലാവരും കൂടെ ആങ്സൈറ്റിയും മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട്. കാരണം ഏകദേശം ഒരു 4,44,000-ഓളം കുട്ടികൾ ഇപ്രാവശ്യം +2ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ റിസൾട്ട് നാളെ ഒരു 3 മണിക്ക് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യും. അപ്പം ഈ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കൺഫ്യൂഷനാണ് പല കുട്ടികൾക്കും. കാരണം നമ്മളിത് പറയുമ്പം നമ്മൾ ശരിക്കും ഈ കുട്ടികൾ ഈ 10th കഴിഞ്ഞ ശേഷമാണ് അവരുടെ ഒരു സ്ട്രീമിലേക്ക്, അവർ ഏത് പാത്തിലേക്ക് പോകണം, അവർ ഫസ്റ്റ് സ്റ്റെപ്പാണത്. ആദ്യത്തെ വഴി, അവരുടെ ഫസ്റ്റ് കരിയർ പാത്ത് എന്ന് പറയുന്നത് 10th ശേഷമാണ്. സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ എന്ന് അവര് ഡിസൈഡ് ചെയ്യേണ്ടത് 10th ശേഷമാണ്. അപ്പം 10th ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് കരിയർ പാത്ത്. അതൊരു വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം വൺസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ കൊമേഴ്സ് എടുത്താൽ, ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സയൻസിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പം 10th ആണ് ഏറ്റവും വലിയൊരു ഫാക്ടർ നമ്മളുടെ ഏതിലേക്ക് നമ്മുടെ കരിയറിനെ കൊണ്ടുപോകണം, ആ പാത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത് 10th ആണ്.
നമുക്കെല്ലാം അറിയാം ഒരു കുട്ടികളുടെ കരിയറാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫ് എന്ന് തന്നെ പറയാം. കാരണം നമ്മളൊരു കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ കോഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സോ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ജോലി കിട്ടി. ജോലി എന്ന് പറയാൻ ഒരു കരിയറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജീവിതത്തിൽ 10-30 വർഷം അത് തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പം കരിയർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് തന്നെയാണ്. അപ്പം ലൈഫിന്റെ ഒരു സെലക്ഷനാണ് നമ്മൾ നടത്താൻ പോകുന്നതും. അപ്പം ഇതൊരു സെക്കൻഡ് ഫേസ് ആണ്. +2 ശേഷം നമ്മൾ ഏത് കോഴ്സിലേക്ക് നമ്മൾ എടുക്കും, സ്വിച്ച് ചെയ്യും, അത് ഏത് പ്രൊഫഷണൽ കോഴ്സിലേക്ക് സ്വിച്ച് ചെയ്യും, അങ്ങനെയുള്ളതിനെ പറ്റിയുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് ഇപ്പൊ ഞാൻ ഇന്ന് കണ്ടത്, കാരണം നമുക്കറിയാം ഇതൊരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ യുഗമാണ്. കാരണം എല്ലാ ട്രെൻഡി കോഴ്സുകൾ ഇപ്പൊ ഞാനിപ്പോ ജസ്റ്റ് ഒരു കോഴ്സിനെ പറ്റി ഞാൻ ആദ്യം ഒന്ന് പറയാം. കുറച്ച് കോഴ്സുകൾ എന്റെ മനസ്സിലേക്ക് വന്നത്, നിങ്ങൾ ഇത് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. സയൻസ് ആൻഡ് ടെക്നോളജി കോഴ്സസ്, ന്യൂ ട്രെൻഡി കോഴ്സസിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. സെക്കൻഡ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. Third, blockchain technology. Fourth, cyber security and ethical hacking. Fifth, augmented reality and virtual reality, AR and VR. Sixth, Internet of Things, IoT. The seventh, robotic and automation engineering. Eighth, 5G technology. 9, edge computing. 10, nanotechnology. 11, space technology and astrophysics. 12, bioinformatics. 13, autonomous vehicle engineering. 14, renewable energy engineering. 15, data analytics and big data. And 16, human computer interaction. 17, embedded systems. 18, wearable technology. ഒരു 17 കോഴ്സിനെ പറ്റി ഞാൻ പറഞ്ഞു. വളരെ ട്രെൻഡി കോഴ്സസ് ആണ്. ഇത് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. കാരണം ഈ കോഴ്സുകളൊക്കെ എടുക്കാൻ നമ്മൾ പ്രാപ്തരാണോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളുടെ എങ്ങനെയാണ് ഒരു കുട്ടിയെ ഈ +2 ശേഷം എങ്ങനെ ഏത് കോഴ്സിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ആ കോഴ്സ് ആ കുട്ടിക്ക് അനുയോജ്യമാണോ എന്ന് ആ കുട്ടിയും ആ കുട്ടിയുടെ പേരൻസും ഡിസൈഡ് ചെയ്യണം. അതാണ് ഫസ്റ്റ് പ്രൈമറി തിങ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു കോഴ്സ് ആരെങ്കിലും പറയുന്നത് കണ്ട് ട്രെൻഡി ആണെന്ന് നോക്കി ആ കോഴ്സ് എടുക്കുകയല്ല. നമ്മളുടെ സ്റ്റഫ് അനുസരിച്ചിട്ട്, നമ്മളുടെ കുട്ടിയുടെ കാലിബർ അനുസരിച്ചിട്ട്, നമ്മുടെ കുട്ടിയുടെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സും അനുസരിച്ചിട്ട് ആ കുട്ടിക്ക് ആ പെർട്ടിക്കുലർ കോഴ്സ് അനുയോജ്യമാണോ, സയൻസോ മാത്സോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ ഏതാണ് അനുയോജ്യം എന്ന് നമ്മൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണം. എന്നിട്ടാണ് ആ കോഴ്സിലേക്ക് പോകേണ്ടത്. അല്ലാതെ വളരെ ഒരു വലിയ സോഫ്റ്റ്വെയർ ലോകത്തിലെ ബാലഭാസ്കറിന്റെ കൂട്ടി കണ്ട കോഴ്സുകളെല്ലാം ഇന്റർനെറ്റിലും മറ്റുമുള്ള കോഴ്സുകളെല്ലാം കണ്ടിട്ട് ആ കോഴ്സിന് പോവാം ഈ കോഴ്സിന് പോവാം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഈ എടുക്കുന്ന കോഴ്സ് നമുക്ക് എടുത്താൽ അത് എടുക്കാൻ പറ്റുമോ, നമുക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം ഇതിനു മുമ്പ് ഇതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയൊരു കഥ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കഥയല്ല, ചെറിയൊരു എക്സാമ്പിൾ ആണ്. ഈ അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള ഒരു പക്ഷിയുണ്ട്, ഗൂസ് എന്നാണ് അവർ പറയുന്നത്. ഗൂസ്. ഈ ഗൂസ് എന്ന് പറയുന്ന പക്ഷി ഒരു ബേർഡാണ്, ഒരു പക്ഷി. ഈ പക്ഷി അത് വിന്റർ സീസണിൽ അത് സൗത്തിലേക്കാണ് ഫ്ലൈ ചെയ്യുന്നത്, സൗത്തിലേക്ക് ഫ്ലൈ ചെയ്യും. അപ്പൊ ഇത് എന്താണ്, വൈ ദിസ് ഗൂസ് ഫ്ലൈസ് ഓൺലി സൗത്ത്? ബിക്കോസ് ഇറ്റ്സ് എ ഗൂസ്. അപ്പൊ നമ്മൾ ആ ഗൂസിനോട് പറയുകയാണ്, ഗൂസ്, നിനക്ക് ഈ വിന്റർ സീസണിൽ നീ നോർത്തിലേക്ക് ഫ്ലൈ ചെയ്യുക, നീ വടക്കോട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് അങ്ങ് കേൾക്കുക പോലും ചെയ്യില്ല. എവരി വിന്റർ സീസണിൽ ആ ഗൂ ഫ്ലൈ ചെയ്യുന്നത് സൗത്തിലേക്കാണ്. ഇറ്റ് വിൽ ഫ്ലൈ ഓൺലി ടു സൗത്ത്. അപ്പൊ അതിന് വേറൊരു ഡയറക്ഷനിലേക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. വൈ ഇറ്റ് ഈസ് ഫ്ലൈയിങ് ഓൺലി സൗത്ത്? ബിക്കോസ് ഇറ്റ്സ് എ ഗൂസ്, ഇത് പക്ഷിയാണ്. അതിന്റെ ഇൻസ്റ്റിങ്റ്റും അതിന്റെ ജനറ്റിക് കോഡും ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനുഷ്യർക്ക് അങ്ങനെയല്ല. ഈ മനുഷ്യർക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മനുഷ്യർക്ക് ഏത് ഡയറക്ഷനിലേക്കും, ഈവൻ സൗത്തിലേക്കോ നോർത്തിലേക്കോ ഈസ്റ്റിലേക്കോ വെസ്റ്റിലേക്കോ ഏത് ഡയറക്ഷനിലേക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും. അത് മനുഷ്യന്റെ ഡിസൈൻ അങ്ങനെയാണ്. അപ്പൊ നമ്മളൊരു മരമല്ല, ഒരു ട്രീ അല്ല, നമുക്കൊരു അതിനെ കിളിച്ച സ്ഥലത്ത് തന്നെ വളർന്ന് പന്തലിച്ച് നശിക്കാനുള്ള ഒരു മരമല്ല മനുഷ്യൻ. വി ആർ നോട്ട് എ ട്രീ, we are not a goose to fly only to south.
but we are a human being. We can fly 360 degree, 360 ഡിഗ്രിയിൽ എവിടേക്ക് വേണമെങ്കിലും പറന്നുയരാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരാണ് മനുഷ്യർ. സോ നമ്മൾക്ക് ഒരു ആവാതെ നമുക്ക് 360 ഡിഗ്രിയിൽ നമ്മൾ ചിന്തിച്ച് നമ്മളുടെ ദിശയിലേക്ക് നമുക്ക് പറക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഹ്യൂമൻ ബീങ് ആണ് നമ്മൾ. സോ ഇന്നത്തെ ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കരിയർ ഓപ്ഷൻസ് ആഫ്റ്റർ 12th. ആദ്യം തന്നെ ഞാനൊരു പവർ പോയിന്റ് പ്രസന്റേഷൻ PPT കാണിച്ചിട്ടാണ് അതിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കാം, നമുക്കിപ്പോ മോസ്റ്റ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 12th. 12ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ഇതാണ്: ഞാൻ എന്താണ് നെക്സ്റ്റ് പ്ലാൻ ചെയ്യേണ്ടത്? ഏത് കോളേജിലാണ് ഞാൻ ചേരേണ്ടത്? ഏത് കോഴ്സിനാണ് ഞാൻ ചേരേണ്ടത്? ഏത് കോളേജിലാണ്, ഏത് കോഴ്സിനാണ് ഞാൻ ചേരേണ്ടത്? ഞാൻ ഈ കൂട്ടത്തോടുകൂടി പോണോ? കൂട്ടം എന്ന് വെച്ചാൽ എന്റെ കൂട്ടുകാരുടെ കൂടെയുള്ള കൂട്ടത്തോടുകൂടി ഒരു കോഴ്സിന് പോണോ? അല്ലെങ്കിൽ പേരൻസ് പറയുന്നത് കേൾക്കണോ? അതോ എന്റെ സ്വന്തം വഴിയിൽ ഞാൻ കാർവ് ചെയ്യണോ? എന്റെ സ്വന്തം വഴി ഞാൻ ഡിസൈൻ ചെയ്തെടുക്കണോ? ഇതാണ് നമ്മൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. കുട്ടികൾ കൺഫ്യൂഷൻ ആവുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പൊ ഇത് കൺഫ്യൂഷൻ ആവാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് 3 ഫാക്ടറാണ് അവരെ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഒന്ന്, പേരന്റൽ പ്രഷർ. ഈ നമ്മൾ അച്ഛനും അമ്മമാര് പേരൻസ്, അവരെ ഞാൻ കുറ്റം പറയല്ല. അവർക്ക് നടക്കാൻ പറ്റാത്ത, അവർ സ്വപ്നം കണ്ട അവരുടെ ഒത്തിരി മോഹങ്ങൾ ഉണ്ടാവും. അവരിഷ്ടപ്പെട്ട ഒരു കരിയർ കാണും. എന്റെ മകനെ മെഡിസിൻ വിടണം, ഡോക്ടറാക്കണം, അല്ലെങ്കിൽ എന്റെ മകനെ ഒരു പൈലറ്റ് ആക്കണം, അല്ലെങ്കിൽ അവനെ ഒരു CA കാരൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്കണം, അല്ലെങ്കിൽ അവനെ ഒരു IAS കാരനാക്കണം, IPS കാരനാക്കണം എന്നുള്ള ഒത്തിരി മോഹങ്ങൾ നമ്മുടെ പേരൻസിന് കാണും. അപ്പൊ അവർക്ക് അത് നടന്നില്ലെങ്കിൽ നമ്മളുടെ കുട്ടികളിലൂടെ അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അവരുടെ കുഴപ്പമല്ല, അത് സ്വാഭാവികമാണ്. രണ്ടാമത്തെന്ന് വെച്ചാൽ പീർ പ്രഷർ, നമ്മളുടെ കൂട്ടുകാരുടെ ഒരു കമ്പൽഷൻ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാർക്ക് അവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് നമുക്ക് എന്നാ ബാംഗ്ലൂരിൽ BBA ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്ത് കളയാമെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾ ഒരുമിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു സംഭവമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നഴ്സിംഗിന് ചേർന്നിരിക്കാം, നമുക്കൊരു നഴ്സിംഗിന് ചേർന്നിരിക്കാം. അപ്പം നഴ്സിംഗ് ഇവിടെ ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തോട്ട് അവിടെ പോയി ഒരുമിച്ച് ചേരാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു, അല്ലെങ്കിൽ നമുക്ക് AIക്ക് ചേരാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ചേരാം. അതിപ്പം വരുന്ന സ്കോപ്പുള്ള ഒരു ഫീൽഡാണ്. അങ്ങനെ പീർ പ്രഷർ, നമ്മുടെ ഫ്രണ്ട്സിന്റെ പ്രഷർ കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. തേർഡ് വൺ, ഇൻഫർമേഷന്റെ ഒരു അതിപ്രസരം. നമ്മൾ ഇപ്പം നമുക്കറിയാമല്ലോ, ഇൻഫർമേഷൻ യുഗമാണ്. ഇഷ്ടം പോലെ ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതെല്ലാം വെറൈറ്റി ടൈപ്പ് ഓഫ് കോഴ്സസ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്തെല്ലാം, എവിടെ പോകണം, എങ്ങനെ പോകണം, എന്ത് പഠിക്കണം, ആകെ കൺഫ്യൂഷൻ ആണ്. കാരണം ChatGPT-യോടോ ജെമിനിയോടോ ഡീപ് സീക്കിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് കരിയർ ഓപ്ഷൻസ് ആണ് അത് ഓരോ ദിവസവും നമ്മളുടെ മുന്നിലേക്ക് നീട്ടിവെക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. ഈ കുട്ടി ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. We are in this stage. What to do? കാരണം ഇത്രമാത്രം പ്രശ്നമാണ്. ഞാൻ സയൻസ് എടുത്തവനാണ്, ഞാൻ കൊമേഴ്സ് എടുത്തവനാണ്, ഞാൻ ഹ്യൂമാനിറ്റി എടുത്തവനാണ്. ഞങ്ങൾക്ക് എന്തിലേക്ക് ഡയറക്റ്റ് ചെയ്യണം, എന്തിലേക്ക് പോകണം? പലരും പലത് പറയുന്നു. അങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് നമ്മളുടെ കുട്ടികൾ. ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു കരിയർ ചോയ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. നമുക്ക് ഏതാണ് വിച്ച് ഇസ് ദ ബെസ്റ്റ് കരിയർ ചോയ്സ് ആഫ്റ്റർ 12th? അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? അപ്പൊ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ സാധാരണ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, ഡോണ്ട് ലിസൺ ടു എവരിവൺ. നമ്മളിൽ കണ്ണി കാണുന്നവരുണ്ട് ആളോടെല്ലാം കാര്യങ്ങൾ ചോദിക്കരുത്. എല്ലാവരോടും ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഡോണ്ട് ലിസൺ എവരിവൺ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു CA കാരൻ, ചാർട്ടേഡ് അക്കൗണ്ടുകാരനോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ ചാർട്ടേഡ് അക്കൗണ്ട് എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പൊ അയാൾ സക്സസ്ഫുൾ, അയാൾ ഒത്തിരി കാശ് ഉണ്ടാക്കി നല്ലൊരു ജീവിതം നയിക്കുന്നു. അയാൾ പറയും ചാർട്ടേഡ് അക്കൗണ്ടിങ് CA is a very good profession. You will get a lot of money, appreciation, everything. You can certify even this. You're giving a independent certification authority ആയി മാറാൻ പറ്റും. അതായിരിക്കും ആ CA കാരൻ പറയുന്നത്. കാരണം അയാൾ സക്സസ്ഫുൾ ആയിട്ടൊരു CA കാരനാണ്. അത് നേരെ മറിച്ച് ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടിനോട് നമ്മൾ ചോദിക്കുകയാണ്, അയാൾ ഏകദേശം എനിക്ക് തോന്നുന്നു അയാളോട് ചോദിക്കുകയാണ് ഒരു CA എങ്ങനെയുണ്ട്, കാരണം ലൈഫിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള CA കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, നോ, CA is very tough. We have to write some 18 paper. We have to fund for നമ്മൾ ബേസ് എഴുതണം, ഫൗണ്ടേഷൻ എഴുതണം, ഇന്റർ എഴുതണം, ഫൈനൽ എഴുതണം. മൊത്തത്തിൽ ഒരു
18 പേപ്പറുണ്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ അത്രയൊക്കെ പഠിച്ച് എഴുതി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ബെനിഫിറ്റ് നമുക്കില്ല. സോ CA ഈസ് എ വെരി ടഫ് കോഴ്സ് എന്ന് ആ CA ജോയിൻ ചെയ്ത് അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ പറയും. അതുപോലെയാണ് നമ്മുടെ എഞ്ചിനീയറിംഗിന് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എഞ്ചിനീയർ നമ്മൾ ചോദിക്കും, എഞ്ചിനീയർ എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണെങ്കിൽ പറയും ഇറ്റ്സ് ഗുഡ് പ്രൊഫഷൻ, ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, എനിക്ക് നല്ല ജോലി കിട്ടി, എനിക്ക് നന്നായിട്ട് കാശുണ്ട്, ഐ ആം ഡൂയിങ് എ സാറ്റിസ്ഫൈഡ് ലൈഫ്. ബട്ട് ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു 10 സപ്ലി ഒക്കെ ഉള്ള ഒരു CA-ക്കാര് സിവിൽ എഞ്ചിനീയറിംഗിന് പോയ ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് സിവിൽ പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല, ഹൺഡ്രഡ്സ് ഓഫ് ആൾക്കാർ ഓരോ വർഷവും ഇറങ്ങുന്നുണ്ട്, ഇവർക്കൊന്നും ഓപ്പണിംഗ് സ്കിൽ, അതുകൊണ്ട് സിവിലിന് പോകേണ്ട, വേറെ എന്തെങ്കിലും നോക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോണ്ട് ലിസൺ എവരിവൺ. ചില ആൾക്കാർ പറയും വൈ യൂസ് ഹ്യൂമാനിറ്റീസ് ഗോയിങ് ടു ഡു, എന്ത് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുത്തുകൊണ്ട് എന്ത് കാര്യമാണ്, ഒരു കാര്യമില്ല, ഹ്യൂമാനിറ്റീസ് പഠിച്ച ഒരു ജോലി കിട്ടും, ചില ആൾക്കാർ പറയും. ചില ആൾക്കാർ ചോദിക്കും വൈ ഡു യു വാണ്ട് ടു ടേക്ക് സയൻസ്, എന്തിനാണ് നീ സയൻസ് എടുക്കാൻ പോകുന്നത്, നിനക്ക് സയൻസ് അല്ലാതെ വേറെ ഏതെങ്കിലും പോരുന്നു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ആർട്സ് പഠിച്ചിട്ട് നിനക്ക് IAS എടുക്കാൻ പറ്റൂലേ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. ചില ആൾക്കാർ ഇവരൊക്കെ അതൊരു പെൺകുട്ടിയല്ലേ, ഇതൊന്നും പോണ്ട, NDAക്ക് അപ്ലൈ ചെയ്യണ്ട, നാഷണൽ ഡിഫൻസ് അക്കാഡമി പോകണ്ട, അല്ലെങ്കിൽ വേറെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് പറയും, ഇവരൊക്കെയാണ് അങ്ങനെ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കും. ചില ആൾക്കാർ പറയും യു ഡിഡ് വെൽ ഇൻ 12th എക്സാമിന് നിനക്ക് എല്ലാം ഫുൾ A+ അല്ലേ കിട്ടിയത്, നീ എന്തിനാ കൊമേഴ്സ് എടുത്തിട്ട് ഒരു CS അല്ലെങ്കിൽ CA-ക്കാരനാണ്, അല്ലെങ്കിൽ ACC പഠിക്കുന്നത് എന്തിനാണ്, വൈ ഷുഡ് സ്റ്റഡി മെഡിസിൻ, മെഡിസിന് പോയാൽ എന്താ, നീ മെഡിസിന് പോകും. അങ്ങനെ പല ആൾക്കാരും പലതും നമ്മളോട് പറയും. സോ ഡോണ്ട് ലിസൺ ടു എവരിവൺ. ദാറ്റ് ഈസ് മൈ ഫസ്റ്റ് സജഷൻ. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ്, നിങ്ങൾ ചെയ്യേണ്ടത് കുട്ടികളെ, ഐഡന്റിഫൈ യുവർ ഇൻട്രസ്റ്റ്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് സ്കൂളിൽ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് സ്കൂളിൽ വെച്ച് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ് അല്ല. കാരണം എനിക്കൊരു ഡ്രൈവറായി, ഒരു JCB ഡ്രൈവറായി മാറണം, അല്ലെങ്കിൽ എനിക്കൊരു സ്പേസ് പൈലറ്റായി മാറണം, അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് അല്ല. ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ്, വാട്ട് ഗെറ്റ്സ് യു റിയലി എക്സൈറ്റഡ്, നിങ്ങളെ എന്താണ് എക്സൈറ്റഡ് ആക്കുന്നത്, അത് ലൈഫിൽ നിങ്ങളെ എന്താണ് എക്സൈറ്റഡ്, അതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണേണ്ടത്. അതിൽ നിങ്ങൾ ഐഡന്റിഫൈ യുവർ ഇൻട്രസ്റ്റ്, ദെൻ ഐഡന്റിഫൈ യുവർ ആപ്റ്റിറ്റ്യൂഡ്. അഭിരുചി എന്ന് പറയുന്നത് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. അഭിരുചി എന്ന് പറയുന്നത് നമുക്ക് ജന്മനാ കിട്ടുന്ന ഒരു കാര്യമാണ്. അഭിരുചി, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ്, ഇത് നിങ്ങൾക്ക് ഓരോ കുട്ടിക്കും വ്യത്യസ്തമായിരിക്കും. വാട്ട് ആർ യുവർ നാച്ചുറലി ഗുഡ് ഇൻ ഡൂയിങ്, നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിനെയാണ് നിങ്ങൾക്ക് അഭിരുചി എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും. കാരണം നമുക്കറിയാം ചില കുട്ടികളുണ്ട്, അവർക്കൊരു കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ കളിപ്പാട്ടത്തിന്റെ ഭംഗിയല്ല കാണുന്നത്, അതിന്റെ ഉള്ളിലേക്ക് അഴിച്ചു നോക്കി അതിന്റെ മോട്ടറോ അല്ലെങ്കിൽ അതിനുള്ളിൽ എന്താണ് അതിന്റെ ടെക്നോളജി, അത് എങ്ങനെയാണ് ആ മെഷീൻ വർക്ക് ചെയ്യുന്നത്, അതിനെപ്പറ്റിയാണ് അവർക്ക് അറിയേണ്ടത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. ചില കുട്ടികളുണ്ട്, നമുക്കൊരു ബുക്കോ പുസ്തകമോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വായിക്കാനുള്ള ലിംഗ്വിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ്, അതിനകത്ത് വായനാശീലം, വായിച്ചെടുക്കാനുള്ള ഒരു കഥ കണ്ടു കഴിഞ്ഞാൽ ആ കഥ വായിച്ച് ആ ലിംഗ്വിസ്റ്റിക് എഴുതാനുള്ള ആ ഒരു ലിംഗ്വിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും കൂടുതലുള്ളത്. ചില കുട്ടികളുണ്ട് ക്രിയേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. നമ്മളൊരു ബാലരമ കണ്ട് അതിനകത്ത് കുട്ടൂസിന്റെ പടം പെട്ടെന്ന് അത് വരച്ചിങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ആ ഒരു കാർട്ടൂൺ വായിക്കുന്ന ഇഷ്ടം, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നതാണ് ഇഷ്ടം. ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ ഒരു അഭിരുചിയുള്ള കുട്ടികളുണ്ട്. അങ്ങനെ 3 ടൈപ്പ് കുട്ടികളുണ്ട് അല്ലെ, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ലിംഗ്വിസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ക്രിയേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റ് മനസ്സിലാക്കണം, ദെൻ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കണം. ദ തേർഡ് വൺ, യുവർ പേഴ്സണാലിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ്? നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആണോ, അന്തർമുഖനാണോ, ബഹിർമുഖൻ, ഇൻട്രോവേർട്ട് ആണോ, എക്സ്ട്രോവേർട്ട് ആണോ? കാരണം അന്തർമുഖനാണെങ്കിൽ അയാൾ ഇൻട്രോവേർട്ട്, അയാൾക്കാണെങ്കിൽ മറ്റുള്ളവരോട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്കിരുന്ന് വായിക്കുകയോ റിസർച്ച് ചെയ്യുകയോ അങ്ങനെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. എക്സ്ട്രോവർട്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന കൂടുതൽ എക്സ്ട്രോവർട്ട്, അവരിൽ കൂടുതലും ആ ഒരു മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് ആ ഒരു ഫീൽഡിലേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നിങ്ങളുടെ ആ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഐഡന്റിറ്റി, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പേഴ്സണാലിറ്റി, ഈ 3 കാര്യങ്ങൾ ആദ്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഏത് ഭാഗത്തിൽ പെടുന്നു, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ആണെങ്കിൽ യു പ്ലീസ് മീറ്റ് ഒരു എക്സ്പെർട്ട് കരിയർ ഗൈഡിനെ നിങ്ങൾ മീറ്റ് ചെയ്യുക. അവരുടെ കയ്യിൽ നിങ്ങളെ അസസ് ചെയ്യാനുള്ള ടൂൾസ് ഉണ്ട്. ദ ലേറ്റസ്റ്റ് സൈക്കോമെട്രിക് അസസ്മെന്റ് ടൂൾസ് അവരുടെ കയ്യിലുണ്ട്. ഒരു 5 ഡയമെൻഷണൽ ടൂൾസ് അവരുടെ കയ്യിലുണ്ട്. ജസ്റ്റ് ഒരു മിനിമം റേറ്റ് കൊടുത്ത ചെറിയൊരു എമൗണ്ടേ ആവുള്ളൂ. വളരെ ഇവൻ എനിക്കൊന്ന് ഓൺലൈനായിട്ട്, പക്ഷെ ഓൺലൈൻ
കിട്ടുന്ന അസസ്മെന്റ് ടൂൾസുകളൊക്കെ ഒത്തിരി ഫേക്കാണ്. കാരണം അത് അസസ്മെന്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ അസസ് ചെയ്തിട്ട് ഒരു കരിയർ എക്സ്പെർട്ടോ ഒരു കരിയർ മെന്ററെ കണ്ടിട്ട്, നല്ല കഴിവുള്ള സർട്ടിഫൈഡ് ഉള്ള കരിയർ മെന്ററെ കണ്ടിട്ട് നിങ്ങളുടെ ഒരു അസസ്മെന്റ് നടത്തുക. നിങ്ങളുടെ അഭിരുചിയും നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങളുടെ വ്യക്തി വിശേഷങ്ങളും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കോഴ്സിലേക്ക് പോകാൻ വേണ്ടി അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഞാൻ ഇടയ്ക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സംശയം ചോദിക്കാം. ഇതിനിടയ്ക്ക് അതോ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ സംശയം ചോദിക്കാവുന്ന ഒരു സെഷൻ ഞാൻ വെക്കാം. ദെൻ നമ്മുടെ ബേസിക് റൂൾസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്നത് ഈ 3 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാണ്: ആപ്റ്റിറ്റ്യൂഡ്, പേഴ്സണാലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ്. ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തിലേക്ക് പോകാൻ പറ്റും. ദെൻ വൺ സജഷൻ ഇതാണ്: നെവർ ബ്ലൈൻഡ്ലി ഫോളോ ഫ്രണ്ട്സ് ഓർ ട്രെൻഡ്സ്. നമ്മൾ കണ്ണു അടച്ചുകൊണ്ട് നമ്മളുടെ കൂട്ടുകാർ പോകുന്ന വഴിയിലേക്ക് പോകരുത്. അതുപോലെ പുതിയ ട്രെൻഡ്സിന് പിന്നിലും പോകരുത്. കാരണം പുതിയ ട്രെൻഡ്സുകൾ ഇഷ്ടംപോലെ അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്, അതിന്റെ പിന്നിൽ പോകരുത്. കാരണം അതിനു മുമ്പ് നമ്മൾ ഒരു വട്ടം ആലോചിക്കണം. ഇപ്പൊ ഇതൊരു ഒരു കാർട്ടൂൺ പോലുള്ള പിക്ചറാണ്. ഇതിനകത്ത് കണ്ടോ, നമുക്ക് കാണാൻ പറ്റും പല ടൈപ്പ് ആനിമൽസിന്റെ ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് ആനയുണ്ട്, കുരങ്ങുണ്ട്, മത്സ്യമുണ്ട്, വേറെ മൃഗങ്ങളെല്ലാം ഉണ്ട്. ഇവർക്കിടെയൊക്കെ കഴിവുകൾ പലതാണ്. മത്സ്യത്തിന് നീന്താൻ പറ്റും, കുരങ്ങിന് മരത്തെ കയറാൻ പറ്റും, ആനയ്ക്ക് ശക്തി കൊണ്ട്, അങ്ങനെ പലർക്കും പല കഴിവുകളുള്ള ആൾക്കാരാണ്. ഇവരോട് നമ്മൾ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും മരത്തെ കയറാൻ വേണ്ടി ഒരു ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് എത്ര പേർക്ക് മരത്തെ കയറാൻ പറ്റും? എല്ലാവർക്കും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തരാണ് നമ്മളുടെ കുട്ടികളും, ഇതുപോലെ വ്യത്യസ്തരാണ്. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നമ്മൾക്ക് മുന്നിൽ 3 ടൈപ്പ് കുട്ടികളാണുള്ളത്. there are 3 types of children. 3 ടൈപ്പ് കുട്ടികളാണ് നമ്മൾക്കുള്ളത്. അത് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് അക്കാഡമിക് ഓറിയന്റഡ് കുട്ടികളാണ്. അക്കാഡമിക് ഓറിയന്റഡ് കുട്ടികൾ, ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര അക്കാഡമിക് ഓറിയന്റഡ് കുട്ടികളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ പഠിത്തത്തിനകത്ത് വളരെ താല്പര്യമുള്ളവരായിരിക്കും. എപ്പോഴും പഠിക്കുന്നതിനോടൊരു ചായ്വ്. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ചായ്വ് എന്നാ വെച്ചാൽ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ചായ്വുള്ള കുട്ടികൾ. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും പഠിക്കാൻ താല്പര്യം കാണിക്കും. ഒരു ബുക്ക് കിട്ടിയാൽ പെട്ടെന്ന് തന്നെ വായിച്ചു നോക്കും. ആ ബുക്സിനോട് വലിയ താല്പര്യമുണ്ട്. നമ്മളുടെ അച്ഛനോ അമ്മയോ ഒരു ബുക്ക് മേടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ അത് കുത്തിരുന്ന് വായിക്കും. കളിക്കാനുള്ള കൂട്ടുകാർ കളിക്കാൻ വിളിച്ചാലും പോകാതെ ഞാനൊന്ന് വായിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ബുക്കുകൾ വായിക്കും. നമുക്കറിയാം ബാലരമയൊക്കെ ഒരുമിച്ച പണ്ടത്തെ കുട്ടികൾ പെട്ടെന്ന് തന്നെ അത് വായിച്ചിട്ടേ പോകത്തുള്ളൂ കളിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു റീഡിങ്, അങ്ങനെ ഇൻട്രസ്റ്റഡ് ഇൻ ബുക്സ്, ലവ് ടു സ്പെൻഡ് ലോങ് അവേഴ്സ് ഓൺ റിസർച്ചിങ്. ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാനൊക്കെ താല്പര്യപ്പെടുന്ന കുട്ടികളുണ്ട്. നമുക്കൊരു ബോട്ട് ചില ബോട്ട് എങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ ആ കുട്ടികൾ ആ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ സംഭവങ്ങളൊക്കെ ഒരുക്കി അതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അവര് ഇന്റർനെറ്റിലും ഇന്റർനെറ്റിലും ബുക്സും ഒക്കെ നോക്കുന്നത് ഇതുപോലുള്ള അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും. ഈവൻ നമ്മുടെ TV തന്നെ കാണുന്ന ചാനൽ ഒരുപക്ഷെ ഡിസ്കവറി പോലുള്ള ചാനലോ അങ്ങനെയുള്ള ചാനലുകൾ കണ്ടിട്ട് അതിനകത്ത് താല്പര്യം കാണിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ അക്കാഡമിക് നിലവാരത്തിലേക്ക് ചായവുള്ള കുട്ടികളെന്ന് നമുക്ക് ആദ്യം പറയാം. അപ്പൊ അത് ഫസ്റ്റ് അക്കാഡമിക് ഓറിയന്റഡ് കുട്ടികൾ. നെക്സ്റ്റ് വേണമെന്ന് വെച്ചാൽ പീപ്പിൾ ഓറിയന്റഡ് ആണ്. അവരുടെ കുട്ടികൾ പീപ്പിൾ ഓറിയന്റഡ് കുട്ടികൾ എന്ന് വെച്ചാൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ. ദീസ് ആർ ദോസ് ചിൽഡ്രൻ ഹു ആർ സോഷ്യൽ ക്രിയേച്ചേഴ്സ്. അവർ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമുള്ള, ഈസിലി റിലേറ്റഡ് ടു പീപ്പിൾ, ഈസി ടു ഇന്ററാക്ട് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഈവൻ വിത്ത് സ്ട്രേഞ്ചേഴ്സ്. കാരണം നമുക്ക് അപരിചിതരോട് പോലും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അവരുമായിട്ട് പെട്ടെന്നൊരു ഒരു റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവര് പീപ്പിൾ ഓറിയന്റഡ് കുട്ടികളാണ്. ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ചായവുള്ള കുട്ടികൾ. അവരെപ്പോഴും വെളിയിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് കൂടുതലും അവർക്ക് എനർജി കിട്ടുന്നത്. അവരുമായിട്ട് സംസാരിക്കാനാണ് അവർക്ക് താല്പര്യം. അങ്ങനെയുള്ള കുട്ടികളെ പീപ്പിൾ ഓറിയന്റഡ് കുട്ടികൾ എന്ന് പറയും. ദ തേർഡ് വൺ ഈസ് ക്രിയേറ്റീവ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് കുട്ടികളാണ്. അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വളരെ താല്പര്യമാണ്. ഉദാഹരണം, ഗുഡ് അറ്റ് ക്രിയേറ്റീവ് തിങ്കിങ്. അവർ പല കാര്യങ്ങളെ പറ്റി, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കും. അവർക്ക് ഡ്രോയിങ് ഇഷ്ടമാണ്, ഡാൻസിങ് ഇഷ്ടമാണ്, ആർട്സ് ഇഷ്ടമാണ്, ക്രാഫ്റ്റ് ഇഷ്ടമാണ്, മ്യൂസിക്, സ്പോർട്സ് ആൻഡ് സോങ്, ഇതിലെല്ലാം താല്പര്യമുള്ള അവർ ക്രിയേറ്റീവ് ഓറിയന്റഡ് കുട്ടികളാണ്. അവർ ഇൻട്രസ്റ്റഡ് ചെയ്യുന്നത് പുതിയതും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അങ്ങനെ നമുക്ക് 3 ടൈപ്പ് കുട്ടികളാണുള്ളത്, 3 ചായ്വുള്ളത്. അക്കാഡമിക് ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടികൾ, പീപ്പിൾ ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടികൾ, ക്രിയേറ്റീവ് ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടികൾ. ഒരു രസപരമായ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലെല്ലാം ഈ 3 കാര്യങ്ങളുമുണ്ട്. നമ്മൾ അക്കാഡമിക് ഓറിയന്റേഷൻ ഉണ്ട്,
പീപ്പിൾ ഓറിയന്റേഷൻ ഉണ്ട്, ക്രിയേറ്റീവ് ഓറിയന്റേഷൻ ഉണ്ട്. ഇത് മൂന്നും നമ്മളിലെല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ അളവുകൾ വ്യത്യാസമായിരിക്കും. ഈ അളവുകൾ, ഈ ഓറിയന്റേഷൻ ഗ്രാഫ് വ്യത്യാസമായിരിക്കും. ചിലർ അക്കാഡമിക്കായിട്ട് വളരെ താല്പര്യമുള്ള കുട്ടികളായിരിക്കും, പക്ഷെ അവരുടെ പീപ്പിൾ ഓറിയന്റേഷനും ക്രിയേറ്റീവ് ഓറിയന്റേഷനും വളരെ മിനിമം ആയിരിക്കും, മീഡിയം ആയിരിക്കും, വളരെ ലോ ആയിരിക്കും. ചില കുട്ടികൾ പീപ്പിൾ ഓറിയന്റേഷൻ വളരെ ഹൈ ആയിരിക്കും, പക്ഷെ അക്കാഡമിക് ആൻഡ് ക്രിയേറ്റീവ് ഓറിയന്റേഷൻ മീഡിയമോ അല്ലെങ്കിൽ മിനിമം ആയിരിക്കും. ചിലർ ക്രിയേറ്റീവ് ആയിട്ട് വളരെ ഹൈ ആയിരിക്കും, അക്കാഡമിക് ഓറിയന്റേഷൻ മീഡിയം ആയിരിക്കും, പീപ്പിൾ ഓറിയന്റേഷൻ വളരെ കാണത്തില്ല. അവർ വീട്ടിൽ മറ്റുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത കുട്ടികളായിരിക്കും കൂടുതലായിട്ടും. അപ്പൊ ഇത് മൂന്നും ലെവൽ വ്യത്യാസമായിരിക്കും. ഇതെല്ലാം മൂന്നും നമ്മളിൽ ഉണ്ട്. ഈ മൂന്ന് ക്വാളിറ്റിയും നമ്മൾ ഓരോ കുട്ടികളിലും ഉണ്ട്. പക്ഷെ അതിന്റെ അളവുകൾ വ്യത്യാസമായിരിക്കും. അക്കാഡമിക് ഓറിയന്റേഷനും പീപ്പിൾ ഓറിയന്റേഷനും ആൻഡ് ക്രിയേറ്റീവ് ഓറിയന്റേഷനും. അപ്പൊ ആർക്കാണ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സയൻസിന് പോകാൻ പറ്റുന്ന കുട്ടികൾ? ഇതാണ് നമ്മൾ പറയുന്നത്. ഈ ആരാണ് സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് യോഗ്യരായ കുട്ടികൾ? എങ്ങനെയാണ് അവർ? അക്കാഡമിക്കലി വെരി ഹൈ ആയിരിക്കണം. പീപ്പിൾ ഓറിയന്റേഷനും ക്രിയേറ്റീവ് ഓറിയന്റേഷനും നമ്മൾ ഇവിടെ മൈറ്റ് ചെയ്യുന്നില്ല. അത് കൂടുതലായാലും കുറയാലും നമുക്ക് ഒരു പ്രശ്നമില്ല. അപ്പം ഈ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സയൻസ് എടുക്കാൻ യോഗ്യരായ കുട്ടികൾ എന്ന് പറയുന്നത് അവര് അക്കാഡമിക് ഹൈ ആയിരിക്കണം. The child is enjoying science, especially physics and mathematics, and is curious in knowing how machines work. അപ്പൊ നമ്മൾ പറയും കുട്ടികൾ സയൻസിനകത്തും മാത്സിനകത്തും ഫിസിക്സിനകത്തും നന്നായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളായിരിക്കണം. എന്റെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് അവര് മാത്സിന് 95+ കിട്ടണം, ഫിസിക്സിന് ഒരു 85-90 കിട്ടുന്ന കുട്ടികൾ ഇസ് ഗുഡ് ഫോർ സെലക്ടിങ് എഞ്ചിനീയറിംഗ് ഓർ സയൻസ്. അത് മാത്രമല്ല, വില്ലിംഗ് ടു സ്പെൻഡ് ടൈം വിത്ത് ടെക്നോളജി ആൻഡ് മിഷൻ. അവർ കുറച്ച് അവരുടെ സമയം ടെക്നോളജിയും സയൻസും മിഷനുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ. എബിലിറ്റി ടു സ്പെൻഡ് ലോങ് അവേഴ്സ് വിത്ത് ബുക്സ് ആൻഡ് ഓർ കമ്പ്യൂട്ടർ. അവർ കമ്പ്യൂട്ടറും ബുക്സുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യും. കമ്പ്യൂട്ടറിൽ അവർ കാര്യങ്ങൾ നോക്കും, പുതിയ പുതിയ ട്രെൻഡ്സുകൾ നോക്കും, പുതിയ ടെക്നോളജി നോക്കും. അങ്ങനെയുള്ള കുട്ടികളാണ് അവര് കംഫർട്ടബിൾ ഇൻ ഹാൻഡ്ലിങ് അക്കാഡമിക് പ്രഷർ. കാരണം ഈ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ അക്കാഡമിക് പ്രഷർ കൂടുതലാണ്. കൂടുതൽ അസൈൻമെന്റ്സ് ചെയ്യണം, പ്രോജക്ട്സ് ചെയ്യണം, സ്കിൽ ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ പല അക്കാഡമിക് പ്രഷർ വരുമ്പോൾ അതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള കുട്ടികളായിരിക്കണം എഞ്ചിനീയറിംഗിനോ അല്ലെങ്കിൽ സയൻസിനോ പോകേണ്ടത്. ഗുഡ് ലോജിക്കൽ ആൻഡ് റീസണിംഗ് സ്കിൽ. ആ കുട്ടികൾക്ക് ലോജിക്കൽ യുക്തിരഹിതമായ കാര്യങ്ങൾ ചെയ്യാനും റീസണിങ് ആയിട്ടുള്ളത് ന്യായമായിട്ടുള്ള യുക്തിരഹിതമായ കാര്യങ്ങൾ ചെയ്യാനുള്ള നൈപുണ്യമുള്ള കുട്ടികളായിരിക്കണം. ഗുഡ് ലോജിക്കൽ ആൻഡ് റീസണിംഗ് സ്കിൽ ഉള്ള കുട്ടികളായിരിക്കണം നമ്മൾ എഞ്ചിനീയറിംഗ് ആ സയൻസ് സ്ട്രീമിലേക്ക് പോകേണ്ടത്. പിന്നെ വില്ലിംഗ് ടു സ്പെൻഡ് ലെസ് ടൈം ഇൻ ഫൺ ആക്ടിവിറ്റീസ്. കളിതമാശകൾ കുറയ്ക്കണം. അങ്ങനെ ആക്ടിവിറ്റീസിൽ കുറയ്ക്കാൻ പറ്റുന്ന, ഫൺ ആക്ടിവിറ്റീസിൽ കുറയ്ക്കാൻ പറ്റുന്ന, താല്പര്യമുള്ള കുറച്ച് സമയം മാത്രമേ ഫൺ ആക്ടിവിറ്റീസിൽ, അല്ല ഫുൾ ടൈം നമ്മൾ കളികളിലോ തമാശകളിലോ പോകാതെ കുറച്ച് നമ്മൾ ലിമിറ്റ് ചെയ്ത് പോകുന്ന കുട്ടികൾ ഇസ് ബെറ്റർ ഫോർ സെലക്ടിങ് എഞ്ചിനീയറിംഗ്. അപ്പൊ ആർക്കൊക്കെ ഇങ്ങനെയുള്ളവർക്ക് പറ്റും? ഈ പറഞ്ഞ ആർക്കൊക്കെ പറ്റും? സയൻസ് ഗ്രൂപ്പ് ഉള്ള കുട്ടികൾ, സയൻസ് എ ഗ്രൂപ്പ്, PCM, ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികൾക്ക് എന്തൊക്കെയാവാൻ പറ്റും? അവരുടെ അക്കാഡമിക് ഓറിയന്റേഷൻ ഹൈ ആയിരിക്കണം. അവർക്ക് എഞ്ചിനീയർ ആകാൻ പറ്റും, ആർക്കിടെക്ട് ആവാൻ പറ്റും, സയന്റിസ്റ്റ് ആവാൻ പറ്റും, മാത്തമാറ്റീഷ്യൻ ആവാൻ പറ്റും, പൈലറ്റ്, ആസ്ട്രോണോട്ട്, സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ഓർ നേവൽ ഓഫീസർ എക്സെട്ര. ഈ ഒരു ക്വാളിറ്റി ഉള്ള കുട്ടികൾക്ക് ഈ ഒരു സ്ട്രീമിലേക്ക് പോയി ഈ ഒരു കോഴ്സിന്, ഈ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോയാൽ ബെറ്റർ ആയിരിക്കും. അവരുടെ അക്കാഡമിക് ഓറിയന്റേഷൻ ഹൈ ആയിരിക്കണം. മറ്റു രണ്ടെണ്ണം, അതായത് പീപ്പിൾ ഓറിയന്റേഷനും ക്രിയേറ്റീവ് ഓറിയന്റേഷനും നമ്മൾ അവരുടെ ബോധേഡല്ല. അവർക്ക് ആൾസോ ചെക്ക് ദ ഫോളോയിങ് ക്വാളിറ്റീസ്. അനാലിറ്റിക്കൽ സ്കില്ല് വേണം, പ്രോബ്ലം സോൾവിംഗ് സ്കില്ല് വേണം, ക്യൂരിയോസിറ്റി വേണം, കാര്യങ്ങളെ അറിയാനുള്ള ഒരു ആകാംക്ഷ, പിന്നെ പേഷ്യൻസ് ആൻഡ് പ്രിസിഷൻ. കാര്യങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്തു, അത് ഫെയിലുവർ ആയി, യു ആർ പേഷ്യൻസ്, വെയിറ്റ് ഫോർ ദ ഒരു ഫെയിലുവർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഒരു ചലഞ്ചായിട്ട് എടുത്തിട്ട് നമ്മൾ അത് എത്രമാത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അത് സക്സസ് ആവുന്ന വരെ കൊണ്ടുപോകാനുള്ള ഒരു പേഷ്യൻസ്, അതിന്റെ പ്രിസിഷൻ വേണം. ഒരു കാര്യം ചെയ്യുന്നതിന് ഒരു പ്രിസിഷൻ വേണം. അതിന്റെ ഒരു ക്ലിയറൻസ് വേണം. അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ലവ് മാത്സിനെ ഇഷ്ടപ്പെടാൻ വേണം, മാത്സിനോടൊരു താല്പര്യം വേണം, അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അടുത്തത്, ഏതെല്ലാം ടൈപ്പുള്ള കുട്ടികൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ പറ്റും? ഇപ്പൊ മെഡിക്കൽ എന്ന് പറയാം, MBBS മാത്രമല്ല, മെഡിക്കൽ അലൈഡ് കോഴ്സിലേക്കും പോകാൻ എങ്ങനെയുള്ള കുട്ടികൾക്ക് പറ്റും? ആ കുട്ടികൾ അക്കാഡമിക് വെരി ഹൈ ഇൻ അക്കാഡമിക്,
നമ്മൾ ആദ്യം പറയുന്നത് വെരി ഹൈ ഇൻ അക്കാഡമിക് ആൻഡ് ഹൈ ഇൻ പീപ്പിൾ ഓറിയന്റേഷൻ. അക്കാഡമിക് ഓറിയന്റേഷനകത്ത് വെരി ഹൈയും ആയിരിക്കണം, പീപ്പിൾ ഓറിയന്റേഷനകത്ത് ഹൈയും ആയിരിക്കണം. ഇത് രണ്ടും സൂട്ട് ആവുകയാണെങ്കിൽ യു ക്യാൻ സ്ട്രേറ്റ് അവേ ഗോ ദ മെഡിക്കൽ ഫീൽഡ്. പ്ലസ് ദ ചൈൽഡ് ഈസ് എൻജോയിങ് ബയോളജി ആൻഡ് ഫിസിക്സ് ബോത്ത് ആൻഡ് ഈസ് ഏബിൾ ടു മെമ്മറൈസ് എ ലോട്ട് ഓഫ് സ്റ്റഫ്. ഈ പറയുന്ന മെഡിക്കൽ ആ ഫീൽഡിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ബയോളജി ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കണം. ബയോളജി ഇഷ്ടപ്പെടണം അവർക്ക്. ബയോളജി മാത്രം പോരാ, ഫിസിക്സും വേണം. ഫിസിക്സ് വരണമെന്ന് കാണണമെന്ന് വെച്ചാൽ നമ്മുടെ നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഫിസിക്സ് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം. ഫിസിക്സ് ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഒരു പേപ്പർ ഫിസിക്സ് ആണ്. ഫിസിക്സ് ഉണ്ടെങ്കിൽ ബയോളജി നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല മെഡിക്കൽ ഫീൽഡിൽ ഫിസിക്സ് അറിയണം. കാരണം മരുന്നുമൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴും അതിന്റെ ഡോസും മറ്റു കാര്യങ്ങൾ ഫിസിക്സിനെ പറ്റി ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നീറ്റ് ക്രാക്ക് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ എ ചൈൽഡ് ഈസ് എൻജോയിങ് ബയോളജി ആൻഡ് ഫിസിക്സ് ബോത്ത് ആൻഡ് ഈസ് ഏബിൾ ടു മെമ്മറൈസ് എ ലോട്ട് ഓഫ് സ്റ്റഫ്. കാര്യങ്ങളെ ഓർത്തിരിക്കാനുള്ള കഴിവ് വേണം. കാരണം നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ഒരു സർജനാന്ന് വിചാരിച്ചോ, കാരണം സർജൻ ഒരു പ്രൊസീജിയർ ഉണ്ട്. എന്തൊക്കെയാണ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഒക്കെ പറയുന്നത് കാര്യങ്ങളെ സിസ്റ്റമാറ്റിക്കാണ് ചെയ്യേണ്ടത്. ഇത് ഓർത്തിരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ മെമ്മറി, ഒരു ലോട്ട് ഓഫ് മെമ്മറി സ്റ്റഫ്, മെമ്മറൈസ് ചെയ്യാനുള്ള സ്റ്റഫ് നന്നായിരിക്കണം. മെമ്മറൈസ് എ ലോട്ട് ഓഫ് സ്റ്റഫ്. പിന്നെ എബിലിറ്റി ടു സ്പെൻഡ് എ ലോങ് അവേഴ്സ് വിത്ത് ബുക്സ് ആൻഡ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലും ബുക്സിലും കമ്പ്യൂട്ടറിലൊക്കെ ശരിക്കും നമുക്ക് നോക്കി സ്പെൻഡ് ചെയ്ത് ഒത്തിരി സമയം നോക്കിയിട്ട് കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് വേണം. അല്ലാതെ എനിക്ക് കമ്പ്യൂട്ടർ ഇഷ്ടമല്ല, കമ്പ്യൂട്ടറിൽ നോക്കുന്നത് എനിക്ക് ഇഷ്ടം, അങ്ങനെ പറയുന്ന കാര്യമില്ല. വി ഹാവ് ടു ഗെറ്റ് നോളജ് ഫ്രം ദ ലേറ്റസ്റ്റ് ഫ്രം ദ ഇന്റർനെറ്റ് ആൻഡ് അതുപോലുള്ള മറ്റ് ടൂൾസിലൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടണം. പിന്നെ തേർഡ്, എബിലിറ്റി ടു വർക്ക് ഇൻ ഹൈ പ്രഷർ സിറ്റുവേഷൻ വിത്ത് മാൻ അറൌണ്ട് ആൻഡ് ഇൻ ക്രൈസിസ് സിറ്റുവേഷൻ. ഈ മെഡിസിന് പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ പോകുന്ന കുട്ടികൾ ഹൈ പ്രഷർ സിറ്റുവേഷനെ നമുക്ക് ഫേസ് ചെയ്യണം. കാരണം ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു രോഗിക്ക് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ സംഭവിച്ച് പെട്ടെന്ന് നമ്മൾ കരഞ്ഞുകൊണ്ട് പോകല്ലേ കാണുന്നത്. ആ പ്രഷർ സിറ്റുവേഷനിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ സമാധാനിച്ചിട്ട് ആ ക്രൈസിസ് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ ആളിനുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പീപ്പിൾ ഓറിയന്റേഷൻ ഉണ്ടായിരിക്കണം. ഒരു ആൾക്കിന്റെ ഒരു പ്രയാസം പറയുകയാണെങ്കിൽ, അയാൾ ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ അത് വളരെ ക്ഷമയോട് കേട്ട് അവർക്ക് അതിന് വേണ്ട പരിഹാരം കണ്ടുപിടിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവ് ഈ മെഡിക്കൽ ഫീൽഡിൽ പോകുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കംഫർട്ടബിൾ ഇൻ ഹാൻഡ്ലിങ് അക്കാഡമിക് പ്രഷർ. വരുന്ന അക്കാഡമിക് പ്രഷർ, കാരണം നമുക്ക് ഒത്തിരി അസൈൻമെന്റ്സും പല കാര്യങ്ങൾ നമ്മൾ ഈ പഠിക്കുന്ന അവസരം നമ്മൾ ചെയ്യേണ്ടി വരും. അതിനെ ആ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. ആൾസോ വില്ലിംഗ് ടു സ്പെൻഡ് ലെസ് ടൈം ഇൻ ഫൺ ആക്ടിവിറ്റീസ്. നമ്മൾ തമാശ കളികൾ ഇതിൽക്കൊക്കെ അളവ് നമുക്ക് കുറയ്ക്കണം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഇറ്റ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ ദാറ്റ് സ്റ്റുഡൻസ് ടു ഗോ ഫോർ മെഡിക്കൽ ഫീൽഡ്. എന്നൂടെ പറയാണ്, അക്കാഡമിക്കിൽ ഹൈ ആയിരിക്കണം, പേഴ്സണൽ നമ്മുടെ പീപ്പിൾ ഓറിയന്റേഷനും ഹൈ ആയിരിക്കണം. മറ്റേ വെരി ഹൈ ആയിരിക്കണം, അക്കാഡമിക് വെരി ഹൈ ആയിരിക്കണം ആൻഡ് പീപ്പിൾ ഓറിയന്റേഷൻ ഹൈ ആയിരിക്കണം. ദെൻ യു ക്യാൻ ഗോ ഫോർ മെഡിക്കൽ ഫീൽഡ്. ആൾസോ ദ മെഡിക്കൽ ഫീൽഡിലുള്ള നമ്മളുടെ PCB, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ്, അല്ലെങ്കിൽ PCMBക്കും പോകാൻ പറ്റും. അവരുടെ അക്കാഡമിക് ഓറിയന്റേഷൻ വെരി ഹൈ ആൻഡ് പീപ്പിൾ ഓറിയന്റേഷൻ ഹൈ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഡോക്ടർ ആവാം. അത് പല ടൈപ്പ് ഡോക്ടർ ഉണ്ട്, MBBS ഉണ്ട്, ആയുർവേദം ഉണ്ട്, അങ്ങനെ പല ഡെന്റിസ്റ്റ് ഉണ്ട്, അങ്ങനെ പല ഡോക്ടർ ആവാം, സർജൻ ആവാം, ഡെന്റിസ്റ്റ് ആവാം, ഹോമിയോപ്പത്ത് ആവാം, ഫാർമസിസ്റ്റ് ആവാം, ആയുർവേദ ഡോക്ടർ ആവാം, ഫിസിയോതെറാപ്പിസ്റ്റ് ആവാം, നേഴ്സ് ആവാം, വെറ്റിനറി ആവാം. അങ്ങനെ ആ എല്ലാ ഫീൽഡിലും നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് പോകാൻ പറ്റും. ആൾസോ യു ഹാവ് ദ ഈ ഒരു ക്വാളിറ്റി കൂടെ നിങ്ങൾക്ക് വേണം. അനാലിറ്റിക്കൽ സ്കിൽ വേണം, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ വേണം, ക്യൂരിയോസിറ്റി വേണം, പേഷ്യൻസ് ആൻഡ് പ്രിസിഷൻ വേണം. നെക്സ്റ്റ് വൺ ഈസ് കൊമേഴ്സ്. കൊമേഴ്സ് ആർക്കൊക്കെ എടുക്കാൻ പറ്റും? കൊമേഴ്സ് എടുക്കാൻ അനുയോജ്യരായ ആരൊക്കെയാണ്? അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ദേ ആർ വെരി ഹൈ ആൻഡ് വെരി ഹൈ ഇൻ അക്കാഡമിക് ഓറിയന്റേഷൻ. മറ്റ് രണ്ട് കാര്യങ്ങളും നമ്മൾ നോക്കുന്നില്ല. അവരുടെ പീപ്പിൾ ഓറിയന്റേഷനും അവരുടെ ക്രിയേറ്റീവ് ഓറിയന്റേഷനും ഒക്കെ നോർമലോ മിനിമമോ ഹൈയോ മീഡിയം മിഡിൽ മോഡറേറ്റ് ആയാലും പ്രശ്നമില്ല. ബട്ട് ദ അക്കാഡമിക് ഓറിയന്റേഷൻ ഷുഡ് ബി വെരി വെരി ഹൈ. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊമേഴ്സ് എടുക്കാൻ വളരെ നല്ലതാണ്. അവര് ഈ കണ്ടീഷനോടെ സാറ്റിസ്ഫൈ ചെയ്യണം. ചൈൽഡ് ഈസ് എൻജോയിങ് അക്കൗണ്ട്സിനകത്തൊരു താല്പര്യം തോന്നണം, സ്റ്റാറ്റിസ്റ്റിക്സിനകത്തൊരു താല്പര്യം തോന്നണം, ആൻഡ് ലൈക്സ് എക്കണോമിക്സ് ആൻഡ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ബിസിനസ്, ഫിനാൻസ്, ഷെയർ മാർക്കറ്റ്, ട്രേഡിംഗ് എക്സെട്രയിലൊക്കെ ഒരു താല്പര്യമുള്ള ഒരു ചായ്വുള്ള കുട്ടികൾക്ക് അത് നല്ലതായിരിക്കും. അതുപോലെ ആ കുട്ടികൾക്ക് ഗുഡ് അനലിറ്റിക്കൽ സ്കില്ല് വേണം, വിശകലന ശേഷി നന്നായിരിക്കണം,
ലൈക്കിംഗ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഡേറ്റ അനാലിസിസ്. അതാണ് ഈ കൊമേഴ്സ് എടുക്കുന്നവർക്ക് മാത്തമാറ്റിക്സ് സ്കില്ല് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നമ്പേഴ്സിന്റെ ഒരു കളിയാണ് ഈ കൊമേഴ്സിനകത്ത് പോകുന്നത്. അപ്പം ഒരു മാത്തമാറ്റിക്സ് നമ്പേഴ്സുമായിട്ട് ഇഷ്ടപ്പെടാൻ കഴിവുള്ള കുട്ടികൾ, അതുപോലെ ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള കഴിവുള്ള കുട്ടികൾ ഷുഡ് ബി കംഫർട്ടബിൾ ഇൻ സ്പെൻഡിങ് ടൈം ഇൻ അനലൈസിങ് ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള. കാരണം നമുക്കറിയാം ചില കുട്ടികൾ നമുക്കറിയാം ചെറുപ്പത്തിൽ തന്നെ കാണാം ഈ നമ്പറുകൾ ഒരുമിച്ച് വെച്ച് കൂട്ടിവെച്ച് കാര്യങ്ങൾ ചെയ്യുന്നതും അങ്ങനെ അതുമായിട്ട് താല്പര്യമുള്ള ചില കുട്ടികളെ കാണാം. ഷുഡ് ബി കംഫർട്ടബിൾ ഇൻ സ്പെൻഡിങ് ടൈം ഇൻ അനലൈസിങ് ഡേറ്റ ഇൻ ദ ഫോം ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സെട്ര ഓൺ കമ്പ്യൂട്ടർ ആൻഡ് ഫിസിക്കൽ. കമ്പ്യൂട്ടറിലും അതായത് ഫിസിക്കലായിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഈ കുട്ടികൾക്ക്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ അക്കാഡമിക് ഓറിയന്റേഷൻ വെരി ഹൈ ആണെങ്കിൽ ദേ കാൻ സ്ട്രേറ്റ് അവേ ഗോ ഫോർ കൊമേഴ്സ്. അവർക്ക് എന്തൊക്കെയാണ് പ്രൊഫഷൻ ഉള്ളത്? അക്കാഡമിക് ഹൈ ആയിട്ടുള്ള കുട്ടികൾക്കുള്ളത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം, CA ചാർട്ടേഡ് അക്കൗണ്ട് വെരി ഗുഡ് പ്രൊഫഷൻ ആണ്. കമ്പനി സെക്രട്ടറി ആവാം, CS വെരി ഗുഡ്. ഫിനാൻസ് അനലിസ്റ്റ് ആവാം, ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ് ആവാം, സ്റ്റോക്ക് ബ്രോക്കർ ആവാം, ബാങ്കർ ആവാം, ആക്ച്വറിയർ ആവാം. അങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് അവർക്കുള്ള കോഴ്സസ് ഉണ്ട്. ഞാൻ എല്ലാവരും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ളവർക്ക് കൊമേഴ്സിനകത്ത് പോകാൻ പറ്റും. അവർക്ക് പെട്ടെന്ന് കൊമേഴ്സ് കരിയറിനകത്ത് ഹൈ ആയിട്ടുള്ള അക്കാഡമിക് ഓറിയന്റഡ് ഹൈ ആയിട്ടുള്ള കുട്ടികൾക്ക് ഫിനാൻസ്, ബാങ്കിങ് ആൻഡ് ടാക്സേഷൻ, ഇൻഷുറൻസിനകത്ത് പോകാം. വെരി ഹൈ ആണെങ്കിൽ ദേ കാൻ ഗോ ഫോർ MCOM, CA, CS, ICWA ആൻഡ് MBA ഒക്കെ അവർക്ക് പോകാൻ പറ്റും. അവർക്ക് ആൾസോ ദേ ഹാവ് ടു ചെക്ക് ഓർഗനൈസ്ഡ് ആയിരിക്കണം. അവർ കാര്യങ്ങളെ ഓർഗനൈസ്ഡ് രീതിയിൽ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം ഈ കൊമേഴ്സ് പോകുന്ന കുട്ടികൾക്ക്. ഗുഡ് വിത്ത് നമ്പേഴ്സ്, നമ്പറുമായിട്ട് വളരെ ഒരു സ്നേഹമുള്ള കുട്ടികളായിരിക്കണം, താല്പര്യമുള്ള കുട്ടികളായിരിക്കണം. മാർക്കറ്റ് അവയർനെസ്സിനെ പറ്റി ഒരു ബോധം ഉണ്ടെങ്കിൽ വളരെ നല്ലത്. എക്കണോമിക്സിനകത്ത് ഇൻട്രസ്റ്റ് ആണ്, സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളായിരിക്കണം. ഇനി അടുത്തത് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾക്ക് അക്കാഡമിക് ഓറിയന്റേഷൻ ആവറേജ് മതി, അതുപോലെ പീപ്പിൾ ഓറിയന്റേഷൻ ആവറേജ് മതി. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് യു ആർ ഗുഡ് അറ്റ് എ സബ്ജക്ട് ലൈക്ക് ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ജോഗ്രഫിക്ക് അല്ലെങ്കിൽ സിവിക്സിനകത്ത് അവർക്ക് താല്പര്യം തോന്നണം. ഈ കാര്യം ഇംഗ്ലീഷിനും ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും ലിംഗ്വിസ്റ്റിക് ആയിരിക്കും കുറച്ചുകൂടെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഇംഗ്ലീഷിനും ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും സിവിക്സിനകത്തൊക്കെ കുറച്ച് താല്പര്യമുള്ള കുട്ടികളായിരിക്കണം. യു ആർ ഗുഡ് ഇൻ തിയറി റീഡിങ് ആൻഡ് റീറ്റെയിലിംഗ്. കാര്യങ്ങൾ വായിച്ച്, കാരണം ഒത്തിരി റീഡ് ചെയ്യണം അവർക്ക്. കാര്യങ്ങൾ ധാരാളം വായിച്ചിട്ട് അത് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനെ തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ്. ഗുഡ് ഒബ്സർവേഷൻ ഓഫ് പീപ്പിൾ, സൊസൈറ്റി, സോഷ്യൽ നീഡ്സ്, മൊന്യൂമെന്റ്സ്, മാപ്സ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ എക്സെട്ര. അതിനകത്തൊരു ഗുഡ് ഒബ്സർവേഷൻ സ്കില്ല് വേണം. കംഫർട്ടബിൾ ഇൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈവൻ സ്ട്രേഞ്ചേഴ്സ്. അവർക്ക് അതുകൊണ്ടാണ് പീപ്പിൾ ഓറിയന്റേഷൻ അവർക്ക് വേണമെന്ന് പറയുന്നത്. അവർക്ക് സ്ട്രേഞ്ചേഴ്സ്, മറ്റുള്ളവരുമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ ആർട്സ് എടുത്താൽ നന്നായിരിക്കും. അപ്പൊ അവർക്ക് പറ്റിയത് ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആവാം, സൈക്കോളജിസ്റ്റ് ആവാം, ഹിസ്റ്റോറിയൻ ആവാം, ജോഗ്രഫർ ആവാം, ആന്ത്രോപോളജിസ്റ്റ് ആവാം, ആർക്കിയോളജിസ്റ്റ് ആവാം, ഫിലോസഫർ ആവാം, പബ്ലിക് അഡ്മിനിസ്ട്രേറ്റർ ആവാം. അവർക്ക് കിട്ടുന്ന ജോലികൾ, അവർക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സോഷ്യോളജി, ജോഗ്രഫി, ഫിലോസഫി, ലിംഗ്വിസ്റ്റിക്സ്, റൂറൽ ഡെവലപ്മെന്റ് എക്സെട്ര ഉള്ള ആ ഒരു കോഴ്സുകൾക്ക് അവർക്ക് പോകാൻ പറ്റും. Also check the following for the humanities students. ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം, ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരിക്കണം, സോഷ്യൽ അവയർനെസ് വേണം, ഒബ്സർവന്റ് ആണ്, എംപതറ്റിക് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് സയൻസ്, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞത്. ഈ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു മേഖലകളിൽ പോകുന്ന കുട്ടികളുടെ ഒരു ഓറിയന്റേഷൻ ചായവും ഞാൻ പറഞ്ഞിട്ടുണ്ടോ. അവർക്ക് അക്കാഡമിക് ഓറിയന്റേഷൻ, അക്കാഡമിക്കലി ഓറിയന്റഡ് ആയിരിക്കണം, പീപ്പിൾ ഓറിയന്റഡ് ആയിരിക്കണം, അത് ക്രിയേറ്റീവ് ഓറിയന്റഡ് ആയിരിക്കണം. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ജനറൽ കോഴ്സസ് അവൈലബിൾ ടു സ്റ്റുഡൻസ് ഫ്രം ഓൾ സ്ട്രീംസ്. ഇപ്പൊ ഏത് സ്ട്രീം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് പോകാൻ പറ്റിയ കുറച്ച് കോഴ്സുകളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഫസ്റ്റ് നിയമത്തിന് പോകാൻ പറ്റും. നിയമം കോഴ്സുകൾക്ക് പോകാൻ പറ്റുന്ന കുട്ടികൾക്ക് അവരുടെ അക്കാഡമിക് ഓറിയന്റേഷൻ വെരി ഹൈ ആയിരിക്കണം, പീപ്പിൾ ഓറിയന്റേഷൻ വെരി ആയിരിക്കണം. ഈ കുട്ടികൾക്ക് ഏത് സ്ട്രീം എടുത്താലും പോകാം. സയൻസ് എടുത്ത കുട്ടികൾക്ക് പോകാം, കൊമേഴ്സ് എടുത്ത കുട്ടികൾക്ക് പോകാം, ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾക്കും ഈ ലോ ഫീൽഡിലേക്ക് പോകാൻ പറ്റും. only thing is ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു തിങ്ക് ആൻഡ് ആർഗ്യൂ ലോജിക്കലി. അവർക്ക് തിങ്ക് ചെയ്യാനും ആർഗ്യൂ ചെയ്യാനും ലോജിക്കലായിട്ട് ആർഗ്യൂ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. എബിലിറ്റി ടു ഡു എ ലോട്ട് ഓഫ് റീഡിങ്, കൂടുതൽ വായിക്കാനുള്ള കഴിവ്. ഇവർക്കറിയാം കേസ് മറ്റു കാര്യങ്ങളൊക്കെ വായനാശീലം കൂടുതലായിട്ടുണ്ടായിരിക്കണം. എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് വെൽ വിത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പീപ്പിൾ. അപ്പം മറ്റുള്ളവരുമായിട്ട് മറ്റ് പല ആൾക്കാരുമായിട്ട് സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്കുണ്ടായിരിക്കണം.
ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസിനകത്ത് താല്പര്യമുള്ള കുട്ടികളായിരിക്കണം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവരുടെ അക്കാഡമിക് ഓറിയന്റേഷൻ വെരി ഹൈ ആയിരിക്കണം, പീപ്പിൾ ഓറിയന്റേഷനും ഹൈ ആയിരിക്കണം. ഇങ്ങനെയുള്ള കുട്ടികൾ ഈ പറയുന്ന കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ലോ എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് പ്രൊഫഷനാണ്. അതിന് അടുത്തത് പറയുന്നത് ഹോട്ടൽ മാനേജ്മെന്റ്. ഇപ്പൊ ഹോട്ടൽ മാനേജ്മെന്റിന് പോകുന്ന കുട്ടികൾക്ക് അവർക്ക് അക്കാഡമിക് ഓറിയന്റേഷൻ നോക്കുന്നില്ല, പീപ്പിൾ ഓറിയന്റേഷൻ വെരി ഹൈ ആയിരിക്കണം. ആ മനുഷ്യരുമായിട്ടുള്ള ഒരു ചായ്വ്, കാരണം ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള കഴിവ് അത് വളരെ ഹൈ ആയിരിക്കണം. അതുപോലെ ക്രിയേറ്റീവ് തിങ്കിങ് ഹൈ ആയിരിക്കണം. അവർക്ക് ന്യൂ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരാനും ആ ഒരു കാര്യത്തിൽ ഹൈ ആയിരിക്കണം. ഇത് രണ്ടുമുള്ള കുട്ടികൾക്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ്. അൺലെസ് അത് മാത്രം പോരാ, അതിന്റെ കൂടെ അവർക്ക് നോക്കേണ്ടത് എക്സലന്റ് പീപ്പിൾ സ്കിൽ ആയിരിക്കണം. ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള സ്കിൽ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമായിട്ടും അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം, സ്കിൽ ഉണ്ടായിരിക്കണം. ഷുഡ് ഹാവ് കീൻ ഇൻട്രസ്റ്റ് ഇൻ കുക്കിംഗ് ആൻഡ് സെർവിങ് ബോത്ത് വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ ഫുഡ്. അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിരിക്കണം. ക്രിയേറ്റീവ് ആയിരിക്കണം. കാരണം ഹോട്ടൽ മാനേജ്മെന്റ് ആണ്, നമ്മൾ പുതിയ പല കാര്യങ്ങളും അവിടെ ചെയ്യേണ്ടതുണ്ട്. ഇൻട്രസ്റ്റ് ആൻഡ് നോളജ് അബൌട്ട് വേരിയസ് കുസിൻസ്, പല ടൈപ്പുള്ള കുസിൻസിനെ പറ്റിയുള്ള നമ്മളെ കറികളും വൈവിധ്യങ്ങളായ കറികളും അല്ലെങ്കിൽ ആ പാചക രീതികളെ പറ്റിയുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കും. അറിവ് കിട്ടാൻ താല്പര്യം, അറിവ് സമ്പാദിക്കാൻ താല്പര്യമുള്ള കുട്ടികളായിരിക്കണം. വില്ലിംഗ്നെസ് ആൻഡ് എബിലിറ്റി ടു സോൾവ് പീപ്പിൾ റിലേറ്റഡ് പ്രോബ്ലംസ്, ആൾക്കാർ തമ്മിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവും അവർക്ക് ഉണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഫഷൻ. അടുത്തത് വെച്ചാൽ ബിസിനസ് മാനേജ്മെന്റ് ആണ്. അവരുടെ അക്കാഡമിക്, അപ്പൊ MBA BBA അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാനുള്ള കുട്ടികൾ അവരുടെ അക്കാഡമിക് ഓറിയന്റേഷൻ അല്ല, പീപ്പിൾ ഓറിയന്റേഷൻ വെരി ഹൈ ആയിരിക്കണം. ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള കഴിവ് വെരി ഹൈ ആയിരിക്കണം. അതുപോലെ അക്കാഡമിക് ഓറിയന്റേഷൻ, അക്കാഡമിക് നിലവാരത്തിലുള്ള ഒരു ചായ്വ് ഹൈ ആയിരിക്കണം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ബിസിനസ് മാനേജ്മെന്റിൽ പോകാൻ ബെറ്റർ ആയിരിക്കും. അവർക്ക് എക്സലന്റ്, അതുകൂടാതെ അവർക്ക് വേണ്ടത് എക്സലന്റ് ലീഡർഷിപ്പ് സ്കില്ല് വേണം. ഷുഡ് ഹാവ് ബീൻ ഇൻട്രസ്റ്റ് ഇൻ ബിസിനസ് ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാർക്കറ്റിംഗ്, അതിനകത്ത് ഒരു താല്പര്യം ഉണ്ടാവണം. നല്ല ടീം വർക്ക് ഉണ്ടാകാനുള്ള ഒരു കഴിവുണ്ടാവും. ഒരു ടീമിനെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് വേണം. വില്ലിംഗ്നെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ് ഇൻ എ ഡിസിപ്ലിൻ മാറ്റർ, ഒരു അച്ചടക്കമുള്ള, കാരണം അച്ചടക്കമുള്ള ഒരു പരിസ്ഥിതിയിൽ അവർക്ക് കൂടുതൽ സമയം വർക്ക് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് അവർക്ക് ബിസിനസ് മാനേജ്മെന്റ് പോകാൻ ബെറ്റർ ആയിരിക്കും. അവർക്ക് പീപ്പിൾ ഓറിയന്റേഷൻ ഹൈ ആയിരിക്കണം, അതുപോലെ അക്കാഡമിക് ഓറിയന്റേഷൻ ഹൈ ആയിരിക്കണം. മറ്റേ പീപ്പിൾ ഓറിയന്റേഷൻ വെരി ഹൈയും അക്കാഡമിക് ഓറിയന്റേഷൻ ഹൈയും ആണ്. ഈ പറയുന്ന സ്കില്ലുകളും ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ബിസിനസ് മാനേജ്മെന്റിൽ പോകാൻ ബെറ്റർ ആയിരിക്കും. പിന്നെ അടുത്തത് മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ. അവരുടെ പീപ്പിൾ ഓറിയന്റേഷനും അക്കാഡമിക് ക്രിയേറ്റീവ് ഓറിയന്റേഷനും ആവറേജ് ആണെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ മാസ് കമ്മ്യൂണിക്കേഷൻ മീഡിയ. ജേർണലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി അവർക്ക് ബെറ്റർ ആയിരിക്കണം. അവർക്ക് വേണ്ട അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലയർ ഫോർ റൈറ്റിംഗ് ആൻഡ് ലാംഗ്വേജ്, ഒരു ജന്മവാസന ഉണ്ടായിരിക്കണം. എഴുതാനും ആ ഭാഷയിൽ ഒരു ജന്മസിദ്ധമായ വാസന ഉണ്ടായിരിക്കണം, എഴുതാനുള്ള കഴിവ്. അതുപോലെ ലാംഗ്വേജിനകത്ത് സംസാരിക്കാനുള്ള കഴിവ്, ഇതിനകത്തുള്ള ഒരു വാസന ഉണ്ടായിരിക്കണം. ഇൻക്വിസിറ്റീവ് ആൻഡ് ക്വസ്റ്റനിങ് നേച്ചർ ആയിരിക്കണം, കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. എബിലിറ്റി ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ് വിത്ത് ഡെഡിക്കേഷൻ ഓൺ എ സിംഗിൾ, ഒരു ചെറിയ കാര്യത്തിനകത്താണ്. ജേർണലിസ്റ്റ് മറ്റും നമുക്കറിയാമല്ലോ, റിപ്പോർട്ടേഴ്സെ കണ്ടില്ലേ, ഒരു പല കാര്യങ്ങളിനകത്ത് ഇൻവോൾവ് ആയി അവർക്ക് ആ ആൾക്കാരെ കാര്യങ്ങളെ ചികഞ്ഞ് പിടിച്ച് കൊണ്ടുവന്ന് അത് പബ്ലിക്കിന് മുന്നിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴിവും മറ്റും ആൾക്കാരെ കാണിക്കും. അവർ എബിലിറ്റി ടു ഹാൻഡിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പീപ്പിൾ, പല രീതിയിലുള്ള ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്ത് പല ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയയിലേക്ക് പോകാൻ ബെറ്റർ ആയിരിക്കും. പിന്നെ ലിബറൽ സ്റ്റഡീസ് ആണ്. ഒരു കറന്റ് ലിബറൽ സ്റ്റഡീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിബറൽ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഫ്രീ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ലിബറൽ സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് ആണത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് പീപ്പിൾ ഓറിയന്റേഷനും ക്രിയേറ്റീവ് ഓറിയന്റേഷനും ആവറേജ് ആയാൽ മതി, മീഡിയം പോലും വേണ്ട, ഹൈയും വേണ്ട, ആവറേജ് മതി. ഇപ്പൊ ലിബറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പല സബ്ജക്റ്റുകൾ ഒരുമിച്ച് പഠിക്കാൻ പറ്റും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഫിസിക്സ് പഠിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് മ്യൂസിക്കും പഠിക്കാൻ പറ്റും. ഫിസിക്സ് മേജർ ആയിരിക്കും, മ്യൂസിക് എനിക്ക് മൈനർ ആയിരിക്കും. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് തിയേറ്റർ സ്റ്റഡീസ് കൂടെ പഠിക്കാൻ പറ്റും. ഒരുപക്ഷെ കമ്പ്യൂട്ടർ സയൻസ് മേജർ സബ്ജക്റ്റും
തിയേറ്റർ സ്റ്റഡീസ് മൈനറും ആയിരിക്കും. അങ്ങനെ ബയോളജി പ്ലസ് ഹിസ്റ്ററി, ഇങ്ങനെ നമ്മൾ മിക്സഡ് ഓഫ് സബ്ജക്റ്റുകൾ ഒരുമിച്ച് ചേർന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡീസ് ആണ് ലിബറൽ സ്റ്റഡീസ്. ഇപ്പം IIM കോഴിക്കോടൊക്കെ പുതിയ PG കോഴ്സ് വന്നിട്ടുണ്ട് ലിബറൽ സ്റ്റഡീസ്. ഒരു കറന്റ് സംഭവമാണ് ഈ ലിബറൽ സ്റ്റഡീസ്. നമുക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്ക് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ മിക്സ് ചെയ്ത് പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റി ലിബറൽ സ്റ്റഡീസിനുണ്ട്. അണ്ട് ഇത് പഠിക്കേണ്ടവർക്ക് ഇങ്ങനെയാണ്, യു ലൈക്ക് മൾട്ടിപ്പിൾ സബ്ജക്ട്, പല സബ്ജക്റ്റുകൾ ഇഷ്ടപ്പെടുന്ന, പല വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, യു വാണ്ട് സം മോർ ടൈം ടു ഐഡന്റിഫൈ യുവർ തിങ് ലൈക്കിംഗ്. എടുക്കുക. ഹലോ, you want to choose your own subject and study what you like. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട്, എനിക്കിപ്പം കമ്പ്യൂട്ടർ സയൻസിന്റെ കൂടെ തന്നെ എനിക്ക് ഡ്രോയിങ് കൂടെ പഠിക്കണമെന്ന് വിചാരിച്ചു, യു ക്യാൻ ടേക്ക് ദാറ്റ്. അപ്പൊ ആ റെസ്ട്രിക്ഷൻസ് ഇല്ല. ലിബറൽ സ്റ്റഡീസിനകത്ത് അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്. ദെൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്നതിനും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്, കമ്പ്യൂട്ടർ സയൻസ് അല്ല. ഇതിൽ നിങ്ങൾക്ക് സയൻസ് എടുത്താലും ഹ്യൂമാനിറ്റീസ് എടുത്താലും കൊമേഴ്സ് എടുത്താലും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാൻ പറ്റും. എല്ലാവർക്കും ഒരു ധാരണയുണ്ട് അതിന് സയൻസ് എടുത്താലല്ലേ കമ്പ്യൂട്ടർ വേണമെന്നില്ല. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ യു ക്യാൻ ടേക്ക് എനി സബ്ജക്ട്, എനി സ്ട്രീം എടുക്കാം. സയൻസ് സ്ട്രീം എടുക്കുന്നവർക്കും ഹ്യൂമാനിറ്റീസ് എടുക്കുന്നവർക്കും കൊമേഴ്സ് എടുക്കുന്നവർക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കാൻ പറ്റും. ഓൺലി കണ്ടീഷൻ അവരുടെ എബിലിറ്റി ടു തിങ്ക്, ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവ് വേണം. കോഡിങ്ങും കമ്പ്യൂട്ടർ ലാംഗ്വേജിനകത്തൊരു സ്കില്ല് വേണം. ഇൻട്രസ്റ്റ് ഇൻ ഹാർഡ്വെയർ ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് താല്പര്യം ഉണ്ടാവണം. എബിലിറ്റി ടു സീറ്റ് ഓൺ കമ്പ്യൂട്ടർ ഫോർ ലോങ് അവേഴ്സ്. കൂടുതൽ സമയം കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് വാട്സാപ്പിങ്ങും ഫേസ്ബുക്കിങ്ങും അല്ലാതെ തന്നെ കാര്യങ്ങളെ ഗ്രഹിക്കാനും കോഡിങ് ചെയ്യാനും ലാംഗ്വേജ് പഠിക്കാനുള്ള സ്കില്ലും അങ്ങനെ ലോജിക്കലായിട്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യാനുള്ള സ്കില്ലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഈവൻ ഗോ ഫോർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഉള്ളി കാര്യം നിങ്ങൾ അക്കാഡമിക് ആയിട്ടും ക്രിയേറ്റീവ് ആയിട്ടും ആവറേജ് ആയിരുന്നാലും മതി, നോ പ്രോബ്ലം. ദെൻ ഡിസൈൻ ഇസ് അനദർ കോഴ്സ് ആണ്. ഡിസൈനിങ്ങിന് പോവാം. ഇഫ് യു ആർ വെരി ഗുഡ് ഇൻ ക്രിയേറ്റീവ് ഓറിയന്റേഷൻ, നിങ്ങൾ ക്രിയേറ്റീവ് ഓറിയന്റേഷനകത്ത് വളരെ ഹൈ ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഡിസൈൻ. ഉള്ളി കാര്യം ഗുഡ് അറ്റ് വിഷ്വലൈസേഷൻ ആൻഡ് ഡ്രോയിങ്. നിങ്ങളെ കാര്യങ്ങളെ ഭാവനയും ഉണ്ടായിരിക്കണം, വരയ്ക്കാനുള്ള ഒരു കഴിവ്. ഇൻട്രസ്റ്റ് ഇൻ ഡിസൈനിങ് ആർ ഇൻട്രസ്റ്റ് ഇൻ ക്രിയേറ്റിംഗ് ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് തിങ്സ്, എക്സ്ട്രീംലി ഗുഡ് അറ്റ് ക്രിയേറ്റിവിറ്റി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ if you are very good in creative orientation, then you can go for design. Lot of courses. അപ്പം അതിനെപ്പറ്റി ഞാൻ ഈ കൂടുതലായിട്ട് പല കോഴ്സുകളെ പറ്റി ഒരു ക്ലാസ് അടുത്ത തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ എടുക്കുന്നുണ്ട്, ഇതിന്റെ ടൈം ലിമിറ്റ് ആണെങ്കിൽ. അപ്പൊ ഡിസൈനിങ്ങിൽ പോകാനുള്ള ഒരു പ്രത്യേകത ഇതാണ്. ദെൻ സോഷ്യൽ വർക്കിൽ നിങ്ങൾക്ക് പോകാം. സോഷ്യൽ വർക്ക് അതിനകത്ത് വേണ്ട പീപ്പിൾ സ്കിൽ മാത്രം മതി. ഇഫ് യുവർ പീപ്പിൾ ഓറിയന്റേഷൻ ഇസ് വെരി ഹൈ, ദെൻ യു ക്യാൻ ഗോ ഫോർ സോഷ്യൽ വർക്ക്. സോഷ്യോളജി അങ്ങനെയുള്ള കോഴ്സുകൾക്ക് പോവാം. ലൈക്കിംഗ് ടു വർക്ക് ഫോർ ദ സൊസൈറ്റി, യു ഫീൽ സ്ട്രോങ് അബൌട്ട് സോഷ്യൽ ഇഷ്യൂസിനകത്ത് വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ വർക്കിൽ പോകാൻ പറ്റും. യു ലൈക്ക് ടു ഹെൽപ്പ് അതേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ ഫീലിംഗ്സ്. യു ആർ എ വുമൻ, പൊളൈറ്റ് ആൻഡ് can even fight for the right of the unprivileged citizens ആണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ സോഷ്യൽ വർക്ക് എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ദെൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോകാൻ പറ്റും. ഇതിനൊന്നും ഒരു സ്ട്രീം കൊടുക്കണം. ഇത് സയൻസോ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സ് ഇവർക്ക് ആർക്കും വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു കോഴ്സാണ്, ഒരു തൊഴിൽ മേഖലയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അവരുടെ പീപ്പിൾ ഓറിയന്റേഷൻ ഹൈ ആയിരിക്കണം, അക്കാഡമിക് ഓറിയന്റേഷൻ ഹൈ ആയിരിക്കണം. എന്നിട്ട് ഇവർക്ക് എക്സലന്റ് ലീഡർഷിപ്പ് സ്കിൽ വേണം. ഷുഡ് ബി കംഫർട്ടബിൾ വിത്ത് സ്റ്റഡി ഫോർ ലോങ് അവേഴ്സ് ആൻഡ് എബിലിറ്റി ടു റീറ്റെയിൻ ദ റീഡ് സ്റ്റഫ്, ഗുഡ് ടീം വർക്ക് ആൻഡ് ability to handle high pressure situations, willing to work for long hours in disciplined manner. ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ലൈക്ക് IAS IPS ആ രീതിയിലേക്ക് പോകാം. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഹൈ ലെവൽ കോഴ്സിലേക്ക് പോകാൻ പറ്റും, ആ പ്രൊഫഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ താല്പര്യമുള്ളവർക്ക് അവർക്ക് സ്ട്രീം ഒരു ബാധകമല്ല. എനി സ്ട്രീം യു ക്യാൻ സ്റ്റഡി, ബട്ട് യുവർ പീപ്പിൾ ഓറിയന്റേഷൻ ആൻഡ് അക്കാഡമിക് ഓറിയന്റേഷൻ ഷുഡ് ബി വെരി ഹൈ ആയിരിക്കണം. പിന്നെ ടീച്ചർ ഈസ് എ വെരി ഗുഡ് പ്രൊഫഷൻ. അവരുടെ പ്രത്യേകത വെച്ചാൽ ആ പ്രൊഫഷന് പോവുകയാണെങ്കിൽ, ആ കരിയറിൽ പോവുകയാണെങ്കിൽ അക്കാഡമിക് ആൻഡ് പീപ്പിൾ ഓറിയന്റേഷൻ വെരി ഹൈ ആയിരിക്കണം. അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് പേഷ്യൻസ് വേണം, ക്ഷമ വേണം, ഒരു ഇന്റലിജൻസ് ആയിരിക്കണം, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, സ്റ്റുഡന്റ് ഹാൻഡ്ലിംഗ് സ്കിൽ ആൻഡ് പ്രസന്റേഷൻ സ്കിൽ, കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ലും പ്രസന്റേഷൻ സ്കില്ലും ഉണ്ടായിരിക്കണം.
willing to work for long hours in a disciplined manner. ഡിസിപ്ലിൻ മാനർ. കാരണം സ്കൂളിലൊക്കെ അതിൻ്റെതായ അച്ചടക്കവും ചിട്ടകളുണ്ട്. അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഈ പറഞ്ഞ കാര്യങ്ങളുള്ളവർക്ക് ടീച്ചിങ് പ്രൊഫഷൻ ഇസ് എ വെരി ഗുഡ് പ്രൊഫഷൻ. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ഒരു ചെറിയ കുട്ടികളുടെ ഏത് പ്രൊഫഷൻ എടുക്കണമെന്നുള്ളതിന്റെ ഒരു രത്ന ചുരുക്കം. പിന്നെ നിങ്ങൾക്ക് പോകാനുള്ള മറ്റു കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ ഗോ ഫോർ എ DJ, VJ, RJ, ആർട്ടിസ്റ്റ്, പെയിന്റർ, സ്കൾപ്ചർ, കാർട്ടൂണിസ്റ്റ്, മ്യൂസീഷ്യൻ, ഡാൻസ് പ്രൊഫഷണൽ, ആസ്ട്രോളജർ, പ്ലാമിസ്റ്റ്, സ്പോർട്സ് പേഴ്സൺ, അങ്ങനെ അവർക്കെല്ലാം പോകാൻ പറ്റും. അവർക്ക് പാഷൻ ടു ഗോ ഡീപ്പ് ഇൻ ടു ദ ഡിസിപ്ലിൻ, love for the chosen career, dedication, hard work and discipline, inner desire to be the best, ക്രിയേറ്റീവ് and ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ ND ഉണ്ട്, നാഷണൽ ഡിഫൻസ് അക്കാഡമി, ആർമഡ് ഫോഴ്സ്, ഫോർ ദ ബ്രേവ് ഹാർട്ട്. ധൈര്യമുള്ളവർ കുട്ടികൾക്ക് ഈ കോഴ്സിന് പോകാൻ പറ്റും. ഷുഡ് ബി റെഡി ടു ഹാൻഡിൽ ക്രൈസിസ് സിറ്റുവേഷൻ, ഡിസിപ്ലിൻഡ് ആയിരിക്കണം, അഡ്വഞ്ചർ ആയിരിക്കണം, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, ഗുഡ് ലീഡർഷിപ്പ് സ്കിൽ വേണം, എബിലിറ്റി ടു ഫോളോ ഡയറക്ഷൻസ്, റെഡി ടു ഈവൻ ലേ ഇൻ ഹിസ് ലൈഫ് ഫോർ രാജ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കാൻ താല്പര്യങ്ങൾക്ക് ഈ ആർമഡ് ഫോഴ്സിൽ പോകാൻ പറ്റും. അത് ഇറ്റ്സ് എ ഗുഡ് കരിയർ. ഇത്രയാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം. എനി ക്വസ്റ്റ്യൻസ്? ഹലോ, ഇത്രയാണ് നമ്മളുടെ ഒരു കരിയറിന്റെ. ഇനി അടുത്ത സ്ലൈഡുകളുണ്ട്, കാരണം സമയം എനിക്ക് തോന്നുന്നത് കൂടുതൽ ഉണ്ടെങ്കിൽ ഇത് ഞാനൊരു കുട്ടി എങ്ങനെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം, എങ്ങനെയുള്ള കോഴ്സ് സെലക്ട് ചെയ്യാം, ഇനി കോഴ്സുകളെ പറ്റിയുള്ള ഒരു വളരെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എൻ്റെ ഉണ്ട്. അത് ഞാൻ ഇവിടെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഒരു അടുത്ത സെഷനിൽ, സമയം അതിക്രമിച്ചിരിക്കുന്നെങ്കിൽ അതേ സെഷനിലേക്ക് കൊടുക്കാം. കാരണം ഇനിയും നമ്മൾ കോഴ്സ്, കോളേജ് അങ്ങനെ വരും, അങ്ങനെ ഒരു സെഷനുണ്ട്. ഹലോ സതീഷ് ജി, ഹലോ, എന്നെ കേൾക്കാമോ? കേൾക്കാം. ഞാന് അമേരിക്കയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു ഡോക്ടറാണ്. ഞാൻ ഒരു റിട്ടയർഡ് ഒരു ഫിസിഷ്യനാണ്. എനിക്ക് കരിയർ ഇതിനെക്കുറിച്ച് പണ്ട് മുതലേ താല്പര്യമുള്ള കാരണം ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഐ യൂസ് ടു ചില സ്കൂളുകളിലും കോളേജിലും പോയിട്ട് ഈ കരിയറിനെ കുറിച്ച് ഐ യൂസ് ടു ഗീവ് ടോക്സ്. ഞാൻ നിങ്ങളുടെ ടോക്ക് കേട്ടിട്ട് റിയലി ഇംപ്രസ്ഡ്. നിങ്ങൾ ഇത്രയും നല്ല പവർ പോയിന്റ് സ്ലൈഡ്സ്, എക്സലന്റ് കേട്ടോ. സാധാരണ മിക്കവരുടെയും പവർ പോയിന്റ് സ്ലൈഡ്സ് ഇത്രയും നന്നായിട്ട് വരാറില്ല കേട്ടോ. ആൻഡ് വളരെ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തത്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഡൈജസ്റ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നോക്കിയുള്ള എത്ര പേരാണ് ഇപ്പോൾ ഇരിക്കുന്നത്? 10 പേര് മാത്രം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റോങ് കരിയർ ചോയ്സ് ആണ് ഒരുപാട് പേരുടെ ജീവിതം അങ്ങ് പാഴായി പോകുന്നത്. ഒരുപാട് പേരുടെ ദെൻ എത്രയോ ഇയേഴ്സ് വേസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല, 1 മിനിറ്റ് ഞാൻ എടുക്കത്തുള്ളൂ. അതെ, സാർ പറഞ്ഞു. സാർ പറയും. കാരണം ഇത് സാറിന്റെ ടോക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആണ്. കാരണം ഇത് നമുക്ക് വേണം, സാറിന്റെ ടോക്ക് നമുക്ക് വേണം. ഞാൻ അവിടെ തിരുവനന്തപുരത്തുകാരനാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ജാസ്മിനും തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പോൾ ഞാൻ അവിടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ പക്ക എക്സ്ട്രോവേർട്ടാണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രോവേർട്ട് ആയത് കാരണം ഞാൻ ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്യും, പല കാര്യങ്ങളും ചോദിക്കും, ക്യൂരിയോസിറ്റി ഒരുള്ളതാണ്. അപ്പോൾ അവിടുത്തെ ഒരു ട്രെൻഡ്, കുറേ പേർക്ക് ഈ മെഡിസിൻ പിള്ളേരെ, അത് പാരന്റൽ പ്രഷർ, നേരത്തെ പറഞ്ഞ പോലെ പിയർ പ്രഷർ, ഇൻഫർമേഷൻ പ്രഷർ, ഈ പാരന്റൽ പ്രഷർ, ഈ പിള്ളേർക്ക് അതിൽ യാതൊരു വിധത്തിലുള്ള താല്പര്യമില്ല. അങ്ങനെയുള്ളവരെ നീറ്റിലും ഒന്നിലും കിട്ടത്തുമില്ല. എന്നിട്ട് പിന്നെ എന്താണ്, കാശുണ്ട്, എങ്ങനെയെങ്കിലും ഇപ്പോഴാണെച്ചാൽ കാശ്, മിക്കവരും കാശുണ്ട് കയ്യിൽ. അതാണ് ഒരു ഇത്. അതുണ്ടാക്കുന്ന വിനയാണ് ഏറ്റവും കൂടുതൽ. ഉടനെ എന്ത് ചെയ്യുന്നറിയാം, ഉള്ള ചൈന, ഉക്രൈൻ, അവിടെ ഇവിടെ എവിടെയെങ്കിലും അഡ്മിഷൻ അതിന് 20 ലക്ഷം 25 ലക്ഷം മതി. നമ്മുടെ നാട്ടിലാണെച്ചാൽ ഒരു MBBSന് 50 ലക്ഷം മുതൽ 1 കോടിയെങ്കിലും ചിലവാകും. ഉടനെ നേരെ അങ്ങോട്ടേക്ക് ഈ ഉക്രൈൻ, ചൈന പിടിച്ചയക്കും. എന്നിട്ട് അവിടെ കയറിയിട്ട് അവിടുത്തെ ഭാഷയും ശരിയല്ല. ഒരു മെഡിസിൻ പഠിക്കണമെന്ന് വെച്ചാൽ ലാംഗ്വേജ് ശരിക്കും ഇല്ലാതെ പേഷ്യൻ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യണ്ടേ. ആ പഠിച്ച് ഇറങ്ങുമ്പോൾ ഒരു രോഗിയുമായിട്ട് ഒരു ഇൻട്രാക്ഷനിൽ ബുക്കിഷ് നോളജ് മാത്രമായിട്ട് അവരെങ്ങനെയും അവർ കാശുണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അവർക്കെന്താണ് അവിടെ ഡോക്ടർ കോഴ്സ് ബിസിനസ്സാണ്. അതും കഴിഞ്ഞിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു എക്സാമിനേഷൻ ഉണ്ട്. ഐ എം ഷുവർ ദാറ്റ് യു മസ്റ്റ് ബി അവെയർ ഓഫ് ദാറ്റ് വൺ. ഇവിടെ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം വെച്ചാൽ ഈ ഉക്രൈൻ എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും ഒരു സ്ക്രീനിങ് എക്സാം ഉണ്ട്. അത് പാസ്സായാൽ പിന്നെ ഇവിടുത്തെ കൗൺസിൽ രജിസ്ട്രേഷൻ കിടത്തുള്ളൂ. അതിൽ സാധാരണ
ഒരു 90% പിള്ളേരും തോക്കും. തീർച്ചയായിട്ടും സാർ. എന്റെ ഫ്രണ്ടിന്റെ മകൾ ഇപ്പം എഴുതിയിട്ടുണ്ടായിരുന്നു, തോറ്റിപ്പോ 3ാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്യുവാണ്. എനിക്കറിയാം. അതെ. കറക്റ്റ്. അപ്പോൾ അങ്ങനെ തോറ്റ് 2-3 തോറ്റതിന് ശേഷം പിന്നെ എന്താണ്, തിരുവനന്തപുരത്ത് തന്നെയുള്ള 2-3 കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ എൻ്റെ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇവരൊക്കെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ജോലിക്ക് 10,000 മുതൽ 15,000 രൂപ ശമ്പളത്തിനാണ് വന്ന് ചേരുന്നത്. അപ്പോൾ ഈ മുടക്കിയ 25 ലക്ഷം 6 കൊല്ലം പോയി കിട്ടി ഒരു 10,000-15,000 രൂപയ്ക്ക്. എന്നിട്ട് അവര് കംപ്ലീറ്റ് ആയിട്ട് ഡിമോറലൈസ്ഡ് ആണ്, അഷെയിംഡ് ആണ്. മിക്കവരും സത്യം പറയത്തില്ല. അവിടെ വർക്ക് ചെയ്യണം, അവിടെ ഡോക്ടറായിട്ട് കള്ളം പറഞ്ഞുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കും. ഇതാണ് നടക്കുന്നത് അവിടെ. ഇതെല്ലാം എന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ റൈറ്റ് കരിയർ ചൂസ് ചെയ്യാത്തതിൻ്റെ. ദാറ്റ് ഈസ് വൈ യുവർ സർവീസ് നിങ്ങൾ ചെയ്യുന്ന വന്നിട്ട് വലിയ നല്ലൊരു കാര്യമാണ്. ദിസ് ഈസ് സംതിങ് ഐ റിയലി ഞാൻ അഡ്മയർ ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ നമ്പർ ഒന്ന് പറയാമോ? ഞാൻ ഒന്ന് എഴുതിയെടുത്തോട്ടെ. ഐ വുഡ് ലൈക്ക് ടു ബി ഇൻ ടച്ച്. വേറെ ആർക്കെങ്കിലും ഞാൻ ഐ ക്യാൻ ആസ്ക് ദം ടു കോൺടാക്ട് യു. ഒന്ന് നമ്പർ പറഞ്ഞേ. 9446033678. ഞാൻ സാറിന് സ്ലൈഡ് ഇടാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ അത് ഞാൻ ടു ബി ഫ്രാങ്ക്, ഞാൻ വെറുതെ മോസ്തുതിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പൊ നോക്കിക്കൊള്ള, എനിക്ക് പേഴ്സണലായിട്ട് യാതൊരു ഗെയിനും ഇല്ല എനിക്ക്. പക്ഷേ ഞാൻ ആ ഒരു ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും ഈ കരിയറിനെ കുറിച്ച് ആര് സംസാരിച്ച് കഴിഞ്ഞാൽ കയറണമെന്നുള്ളത് ഞാൻ വേറെ 2-3 കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ ഇത്രയും അടുത്ത് ആരും വരത്തില്ല. യു ഹാവ് ഗിവൺ നല്ല ഒരു ഇതാണ്, എക്സലന്റ് വർക്ക് കേട്ടോ. ദിസ് എ നല്ല സർവീസാണ്, നല്ല സർവീസാണ്. ഇപ്പോൾ എവിടെ ജോലി എന്ന് പറഞ്ഞത് ആദ്യം ഞാൻ കേട്ടപ്പോൾ പിടിയിട്ടില്ല. നിങ്ങൾ എവിടെയാ ജോലി ചെയ്യുന്നത്? ഞാൻ ശരിക്കും ജസ്റ്റ് റിട്ടയർഡ് ആയി. ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ IT-യിലാണ്. ഞാൻ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് റിട്ടയർഡ് ആയി. IT-യിലായിരുന്നു, ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഞാനിവിടെ കരുനാഗപ്പള്ളിയാണ്, കരുനാഗപ്പള്ളി, കൊല്ലം ഡിസ്ട്രിക്ട്. അറിയാം. അപ്പം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ഞാൻ ഐ ആം ബേസിക്കലി MSc Mathematics from SN College, Kollam. Then I did my MSc Computer Science from Cochin University of Science and Technology. Oh, good. Okay. Anyway. Then I joined this. അല്ല, ഇപ്പോഴേ രണ്ട് പ്രൊഫഷനേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് മെഡിസിൻ പ്രാക്ടീസ് ആണെന്ന് വെച്ചാൽ ലൈസൻസും വേണം, ഇതും വേണം. ലോ പ്രാക്ടീസ് ആണെന്ന് വെച്ചാൽ ലൈസൻസും വേണം. പക്ഷേ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു എക്സ്പെർട്ട് ആണെന്ന് വെച്ചാൽ ഒന്നുമില്ലാതെ പറ്റുന്നുള്ളതിന്റെ പ്രൂഫാണ് സ്റ്റീവ് ജോബ്സ്, ആപ്പിൾ കമ്പ്യൂട്ടർ ഫൗണ്ടർ. അങ്ങനെ ഈ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് കോളേജിൽ കയറിയിട്ട് അങ്ങനെ ഈ ഡ്രോപ്പ് ഔട്ട് കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. ഹി ഡസന്റ് ഹാവ് എനി ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് പോരെ. എന്നിട്ട് വേൾഡിലെ ഏറ്റവും ലീഡിംഗ് നമ്പർ 1 പ്രോഡക്റ്റ് ആണ് ആപ്പിൾ പ്രോഡക്ട്സും ഐഫോൺ, എന്തൊക്കെയാണ് ഐപാഡ്, ഐപോഡ്, എന്തൊക്കെയാണ് പുള്ളി ഇത് ചെയ്തത്, ഇന്നോവേറ്റീവ് ആ ക്രിയേറ്റീവിന്റെ. കമ്പ്യൂട്ടർ ഞാൻ ഇതെന്ന് വെച്ചാൽ ശരിക്ക് ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമുക്ക് അത് ഡീപ്പ് ആവണം. കാരണം ഇപ്പൊ സാറ് പറഞ്ഞില്ലേ ഇത്, പക്ഷെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല. കാരണം അവർക്ക് വേണ്ടത് ശരിക്കും കുറച്ച് കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 18-16 കോഴ്സുകൾ. ഇതെല്ലാം ട്രെൻഡി കോഴ്സുകളാണ്. ഇപ്പൊ യൂട്യൂബിനകത്തൊക്കെ ഇത് അവൈലബിൾ ആണ്, ഇഷ്ടംപോലെ കോഴ്സുകൾ. ഈ കോഴ്സ് ആരാണ് എടുക്കേണ്ടത്? ആർക്കാണ് ഇത് താങ്ങാൻ പറ്റുന്നത്? ഈ കോഴ്സ് താങ്ങാൻ പറ്റുന്നത് കാരണം അവന്റെ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഈ റോബോട്ടിക് ടെക്നോളജി പഠിക്കാൻ അവന് കപ്പാസിറ്റി ഉണ്ടോ? അല്ല വെറുതെ കൊടുത്തിട്ട് പോയി ഫാൻസി കോഴ്സ് ഫോറൻസിക് സയൻസ്, ബയോ ഇൻഫോർമാറ്റിക്, റോബോട്ടിക് ടെക്നോളജി, ബ്ലോക്ക് ചെയിൻ, ബിഗ് ഡാറ്റ, അങ്ങനെ സൈബർ സെക്യൂരിറ്റി, ഇതൊക്കെ ചുമ്മാതെ പിള്ളേർ ട്രെൻഡി ആയിട്ട് പറയുകയാണ്. ഈ കോഴ്സിന് പേരൻസിന് പൈസയും മേടിച്ച് ഇവിടെ പോയി ജോയിൻ ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ വലിയ കമ്പനികള്, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലിയ പരസ്യം കൊടുത്തുന്ന വലിയ പരസ്യം കൊടുത്ത് ആൾക്കാരെ ക്യാമ്പസ് ചെയ്തിട്ട് അവസാനം ഈ പൈസയും പോവും, ഈ കുട്ടികള് ഒന്നുമല്ലാതായി പോകും. അതുകൊണ്ട് ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി ഈ ഞാൻ പറഞ്ഞ പോലെ സാറേ, അവന്റെ ഓറിയന്റേഷൻ, അവൻ അക്കാഡമിക് ഓറിയന്റഡ് ആണോ, പീപ്പിൾ ഓറിയന്റഡ് ആണോ, ക്രിയേറ്റീവ് ഓറിയന്റഡ്, ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. വെറുതെ ആരെങ്കിലും പോകുന്നു, നഴ്സിംഗിന് പോകുന്നു, നീയും പോയിക്കോ നഴ്സിംഗ്, അവരൊരു അക്കാഡമിക് സ്കിൽ ഇല്ല, അല്ലെങ്കിൽ ആ ഒരു അതാണ് ഇത് ശരിക്കും നടക്കുന്നത്. ഇപ്പൊ ഞാനൊരു കുറച്ച് കൂടുതൽ ക്ലാസ് എടുക്കാൻ പോയപ്പോ എല്ലാ ആൾക്കാർക്ക് വേണ്ടത് ട്രെൻഡി കോഴ്സാണ്. ദേ വാണ്ട് ട്രെൻഡി കോഴ്സസ്. സാർ ഇപ്പം പഠിച്ചിറങ്ങിയ നാളെ ജോലി കിട്ടുന്ന കോഴ്സ് ഏതാണ്? അതാണ് അവർ ചോദിക്കുന്നത്.
കാശ് രണ്ടതാണ്, ജോലിയും കിട്ടണം, കാശ് നന്നായിരിക്കണം. അതെ. ഒരുപാട് അതെ കുട്ടിയുടെ സ്റ്റാഫ് മനസ്സിലാക്കുന്നില്ല ഈ കുട്ടിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ. ഇവൻ നമുക്കറിയാം ഈ നീറ്റ് എക്സാമിനൊക്കെ 5ഉം 6ഉം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ബേസിക്കലി കുട്ടിക്ക് കേപ്പബിൾ ഇല്ല. ബയോളജിയോ ഫിസിക്സോ ഒക്കെ പഠിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ എവിടെയെങ്കിലും പോയി കോഴ്സിന് റിപ്പീറ്റ് ചെയ്യണം. ഈ കുട്ടിക്ക് റിപ്പീറ്റ് ചെയ്ത് ഫൈനലി ഇത് ക്രാക്ക് ചെയ്യാൻ തന്നെ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല, മെഡിസിൻ പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ പ്യുവർ സോഷ്യൽ വേസ്റ്റ് ആയി മാറുകയാണ്. അത് അല്ല നമ്മൾ സതീഷ് അറിയുന്നില്ല. കുമാർജി, അല്ല സതീഷ് കുമാർജി, നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഓൺലൈനിലെ ന്യൂസ് എല്ലാം ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നവനാണ്. എനിക്ക് നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യം പോലും എനിക്ക് നന്നായിട്ട് അറിയാം. വെച്ചാലേ അതെ, ഒരു ദിവസം ഒരു 10 ന്യൂസ് പേപ്പർ വായിക്കുന്നതാണ്. നാട്ടിലെ ഇംഗ്ലീഷും മലയാളവും തമിഴും എല്ലാം വായിച്ച് ഐ കീപ് മൈസെൽഫ് അപ്ഡേറ്റഡ്. ആ രാജസ്ഥാനിലെ കോട്ട ആണ് ഹബ്ബാണ് ഈ കോച്ചിങ്ങിന്റെ എല്ലാത്തിന്റെയും നീറ്റും ജെഇയും എല്ലാം. അവിടെ ഓരോ കൊല്ലവും ഒരു 30ഓളം വിദ്യാർത്ഥികൾ ദേ കമ്മിറ്റ് സൂയിസൈഡ്. എന്തിന് കമ്മിറ്റ് സൂയിസൈഡ് എന്ന്? വൈ ഡു ദേ കമ്മിറ്റ് സൂയിസൈഡ്? ബിക്കോസ് ഓഫ് അവർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, ആ പ്രഷർ പറ്റുന്നില്ല. ആരാണ് ശരിക്കും ആ കുട്ടികളെ കൊന്നത്? ആരാണ്? അവരുടെ പാരന്റ്സ് ആണ്. പാരന്റ്സിന്റെ ഇതിലാണ് അവർ പോകുന്നത്. പാരന്റ്സ് ആർ ആൾ ദി റിയൽ കില്ലേഴ്സ് എന്ന് ആലോചിച്ച് നോക്കണം. ആ സ്റ്റുപ്പിഡിറ്റിയുടെ ഹൈറ്റ്. അതിൽ മിക്കവാറും ഒരു കുട്ടിയൊക്കെയായിരിക്കും ചില ഫാമിലിയിലുള്ളത്. അവിടെ അയച്ച ആ കുട്ടി ആത്മഹത്യ ചെയ്തു. പിന്നെ എന്തിനാണ് പിന്നെ ഇവർ ജീവിച്ചിരിക്കുന്നത് ഈ പാരന്റ്സ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സ്റ്റുപ്പിഡിറ്റിയുടെ ഹൈറ്റ് അല്ലേ? അല്ലേ? അതെ, തീർച്ചയായിട്ടും ശരിക്കും കഷ്ടമാണിത്. ഓക്കെ, തീർച്ചയായിട്ടും. anyway, somebody else maybe want to ask. വേണുഗോപാൽ സാർ, പ്ലീസ് ഗിവ് യുവർ നമ്പർ. നമ്പർ എനിക്ക് തന്നെ. ഞാൻ ഒന്ന് ചെയ്യാൻ പോവാണ്. ഈ ടോക്ക് കഴിയുമ്പോ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് ഉണ്ടല്ലോ, ഞാനിപ്പോ ഒരു മെസ്സേജ് അയക്കും. അപ്പോൾ താങ്ക് യു സാർ. താങ്ക് യു. വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? നമ്മുടെ ഫൈസൽ സാർ ഉണ്ടോ? ഫൈസൽ സാർ വൈൻഡപ്പ് ചെയ്യാൻ. സതീഷ് സാറേ. സാറേ കേട്ടോ ഞങ്ങൾ പറയുന്നത്? ഇതിനിടയ്ക്ക് കുറച്ച് കാരണം നമ്മൾ നമ്മുടെ ടോക്ക് കുറച്ചുകൂടെ ഞങ്ങൾ സാറും വേണുഗോപാൽ സാറുമായിട്ട് കുറച്ചുകൂടെ ഇതിലേക്ക് വന്നുപോയി. സാറ് കേട്ടിരുന്നോ? അതെ, ഇല്ല കേട്ടില്ല. ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളൂ, പുറത്തായിരുന്നു. ഓക്കെ. കാരണം വേണുഗോപാൽ സാറ് എന്നോട് ചോദിച്ച സാറ് വളരെ നമ്മുടെ ക്ലാസ്സിനെ പറ്റി ഭയങ്കരമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു അപ്രീസിയേഷൻ എനിക്ക് തന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ നമ്മുടെ ഓഡിയൻസിനകത്തുനിന്ന് ഇത്ര വളരെ നല്ലൊരു അപ്രീസിയേഷൻ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. വേണുഗോപാൽ സാറിന്റെ ഇത്രയും ഒരു വലിയ അപ്രീസിയേഷൻ കിട്ടിയത് ഐ ആം വെരി വെരി മച്ച് താങ്ക്ഫുൾ സാർ. ഭയങ്കരമായിട്ട് എനിക്ക് താങ്ക്സ് ഉണ്ട്. സതീഷ് കുമാർജി, അല്ലെ ഞാൻ ഫ്ലാറ്റർ ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മുഖസ്തുതി പറയുന്നത്. ഒരാൾക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൊള്ളാമെന്ന് പറയും. നമ്മുടെ നാട്ടിലെ സ്ഥിരം ഒരു ഇതുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു? തരക്കേടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഇങ്ങനെയാണ് പറയുന്നത്. കൊള്ളാമെന്നുണ്ടെങ്കിൽ കൊള്ളാമെന്ന് പറയണം, കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയണം. അതാണ്. തരക്കേടില്ല, കുഴപ്പമില്ല ഞാൻ യൂസ് ചെയ്യാറില്ല. ഇത് രണ്ടും എന്റെ വൊക്കാബുലറിയിൽ ഇല്ല കേട്ടോ. അത് കാരണം വെരി ഗുഡ്. ഓക്കെ. താങ്ക് യു. അപ്പോ സതീഷ് സാറേ, എന്തായാലും വളരെ സന്തോഷം. നമ്മളുടെ ഈ ഒരു സെഷൻ വളരെ മനോഹരമായിട്ട് നമ്മൾ ഇവിടെ അതിന്റെ വൈൻഡപ്പിലേക്ക് പോവാണ്. നമ്മൾ നേരത്തെ സതീഷ് സാറിന്റെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സെഷനുകൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ നമ്മൾ ഒരു ഇവിടെ ഇതില് പ്രസന്റേഷനിൽ കാണിച്ചതുപോലെ തന്നെ ഫ്രീ കരിയർ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് എന്നുള്ള രൂപത്തിൽ നമ്മൾ കുറച്ച് കുട്ടികൾക്ക് നമുക്ക് സൗജന്യമായിട്ട് തന്നെ അവരുടെ കരിയർ സെറ്റ് ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനും വിംബിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സതീഷ് സാറ് പിന്നെ അത് മുന്നോട്ട് വന്നതിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അവർ ചെയ്യാൻ പറ്റിയതിലും അതിയായ സന്തോഷവും സ്നേഹവും ഒക്കെ ഈ ഒരു സമയത്ത് സതീഷ് സാറിനോട് അറിയിക്കാൻ ഈ ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പൊ ഇനിയും നമ്മുടെ ഏതെങ്കിലും കുട്ടികൾക്ക് ഇതേപോലെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ടോ ഡിഗ്രി കഴിഞ്ഞിട്ടോ ഒക്കെ അവരുടെ കരിയർ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ സർവീസ് എന്നുള്ള രൂപത്തിൽ തന്നെ വിംബിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സതീഷ് സാറ് റെഡിയാണ്. അപ്പൊ നമ്മുടെ വിംബിളിന്റെ നമ്പറിലോ അതല്ലെങ്കിൽ സാറിന്റെ നമ്പറിലോ നിങ്ങൾക്ക് ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്ത നമ്മുടെ സതീഷ് സാറിനും അതേപോലെ തന്നെ ഇന്ററാക്ഷൻസ് ഇടപെട്ട ഡോക്ടർ വേണുഗോപാൽ സാറ് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. ഇനിയും ഇതേപോലെയുള്ള സെഷനുകൾ ഉണ്ടാകും നമ്മളുടെ ഗ്രൂപ്പിൽ. എല്ലാവരും സജീവമായിട്ട് നിലനിൽക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. ഗുഡ് നൈറ്റ്. Good night, sir. Thank you. Good night, sir. Good night. Okay.